ഷാജി ജോസഫ് പാസ്റ്ററെ, സംഗതി പിടിവിട്ടു പോയല്ലോ. ഇനി എന്താ ഒരു പരിഹാര മാർഗം? ഇനി നമ്മുടെ തോമാച്ചായൻ്റെ വിശ്വാസത്തിലേക്ക് ഷാജി പാസ്റ്റർ പൊരുത്തപ്പെട്ടിട്ട് ഒന്നും കൂടി സ്നാനപ്പെടുത്തുമോ? അതോ തോമാച്ചായ അങ്ങയുടെ വിശ്വാസപ്രകാരം ഇനി ഒരാളെ കണ്ടെത്തിയിട്ട് പുതിയ ഒരാളുടെ കീഴിൽ മൂന്നാമത് സ്നാനപ്പെടണമോ? ഇതേതാപ്പോൾ ഒരു പരിഹാര മാർഗം? വേറിട്ട് ചിന്തയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈ 84-ാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഷാജി ജോസഫ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ ചില ക്ലാസ്സുകൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. എന്നാൽ ദൈവവചനത്തിലൂടെ ഞാനതിനെ വീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളിലും പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു വചന പഠന ക്ലാസ് ഇടാനാണ് ആഗ്രഹിക്കുന്നത്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സത്യം വെളിപ്പെട്ടാൽ അംഗീകരിക്കാൻ മനസ്സുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുവാനുള്ള കാരണം, തമിഴ്നാട്ടിൽ സുവിശേഷ വേലയിലായിരുന്ന ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ഈ അടുത്ത ഇടെയാണ് അദ്ദേഹത്തിന് സത്യം ബോധ്യപ്പെട്ടതത്രേ. സത്യം ബോധ്യപ്പെട്ടപ്പോൾ തനിക്കൊരാഗ്രഹം, അങ്ങനെ സത്യം പഠിപ്പിക്കുന്ന ഒരാളുടെ കൈക്കീഴിൽ സ്നാനമേൽക്കണമെന്ന്. ആ സ്നാനമാണ് ഈ നടക്കുന്നത്. ഇത് നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് നമുക്കതിൻ്റെ വിശുദ്ധ അംശങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. സത്യം ഇതാണെന്നറിഞ്ഞപ്പോൾ കുറ്റബോധത്താൽ പെന്തക്കോസ്ത് പാസ്റ്ററും കുടുംബവും വീണ്ടും സ്നാനപ്പെട്ടു. പുതിയ ദിവസത്തിൻ ദൈവരശ്മികൾ വിതറുന്നു. ദൈവത്തിൻ പുത്രർ ജീവനായി ഉണരുന്നു. ദൈവമൊരുക്കുന്നു. കണ്ടല്ലോ, ഷാജി ജോസഫ് എന്ന് പറയുന്നൊരു ദേവദാസൻ, അദ്ദേഹം പുതിയ ചില തിയോളജികളൊക്കെയും സൃഷ്ടിച്ചു. അതിൻ്റെ ക്ലാസ്സുകളും ധ്യാനങ്ങളുമൊക്കെ നടക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ആളുകൾ കൂട്ടമായി അങ്ങോട്ട് ഒഴുകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കണമെന്ന് ഞാൻ വിനയത്തോടെ പറയുകയാണ്. ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ആരും കമൻ്റ് ഇടരുതേ. അങ്ങനെ ഒത്തിരി കമൻ്റ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഇവിടെ കാണുന്ന ഈ സ്നാനം, ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ പോയി വീണ്ടും ഒരു സ്നാനം ഏൽക്കുമ്പോൾ അതിനകത്ത് എന്തോ വലിയൊരു കഴമ്പുണ്ട്. അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താതെ നമുക്ക് ഒഴിവാക്കി വിടാൻ പറ്റത്തില്ല. കാരണം എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, സ്നാനം 1 എന്ന്. 1-ൽ കൂടുതലായാൽ അത് ദുരുപദേശമാണെന്ന് അറിയുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടൊരു മനുഷ്യൻ പോയി രണ്ടാമത് അതേ നാമത്തിൽ തന്നെ ഒരു സ്നാനം ഏൽക്കുമ്പോൾ അദ്ദേഹം എന്തോ വലിയൊരു കാര്യം കണ്ടെത്തിയെന്നതിൻ്റെ എൻ്റെ അർത്ഥം. എന്നാൽ ഇവിടെ ഈ സ്നാനത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, താൻ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗം വിട്ട് സ്വർഗീയ മഹിമ വെടിഞ്ഞു ഭൂമിയിലേക്ക് വന്നു. അത് കേട്ടു നോക്കിയാൽ താൻ പറയുന്നത്, പേര് തോമസ് എന്നാണ്. കർത്താവായ യേശു സ്വർഗം വിട്ട് സ്വർഗത്തിലെ സകല മഹിമയും വിട്ട് ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ മാതൃകയായ ഒരു ജീവിതം കാഴ്ചവെച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. ഇപ്പോൾ ഇവിടെ വലിയൊരു അബദ്ധധാരണ, അതിലൊരു സത്യം മനസ്സിലാക്കാതെ കിടക്കുന്നൊരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു എന്ന് താൻ പറയുകയുണ്ടായി. താൻ പറഞ്ഞപ്പോൾ എത്രത്തോളം ആ വാക്കിൻ്റെ, അല്ലെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ 3 സ്ഥാനങ്ങളുടെ വ്യാപ്തി എന്താണെന്ന് ഇദ്ദേഹം എത്രത്തോളം ഗ്രഹിച്ചു എന്നെനിക്കറിയില്ല. അതറിയണമെങ്കിൽ മത്തായി സുവിശേഷത്തിൽ പറയും യേശു ജനിച്ചു എന്ന് പറയുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇതിന് നമ്മൾ കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ, ഇവിടെ ജനിച്ചത് രക്ഷകനാണ്. രക്ഷകനാണ് ജനിച്ചത്. ആ രക്ഷകനാണല്ലോ യേശു. യേശു എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ, സേവിയർ. അപ്പോൾ ആ ജനിച്ച രക്ഷകൻ ക്രിസ്തു എന്നെന്ന് പറഞ്ഞാൽ
അതൊരു പദവിയാണ്. അതെപ്പോഴാണ് ആയത്? ഞാൻ എൻ്റെ മുൻകാല വീഡിയോകളിൽ വളരെയധികം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ പുതിയ ശ്രോതാക്കൾ മനസ്സിലാക്കാനായിട്ട് വീണ്ടും ഞാൻ ഒന്ന് ചുരുക്കി ആവർത്തിച്ച് പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 36-ാമത്തെ വചനത്തിൽ പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി യഹൂദന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ, നിങ്ങൾ ക്രൂശിച്ച കർത്താവിനെയല്ല, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെയല്ല, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ, ഇത് പത്രോസ് പറയുന്നതാണ്, അവൻ കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി. ആരെയാ കൊന്നത്? യേശുവിനെ. യേശുവിനെ കൊല്ലാൻ പറ്റും. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വചനത്തിൽ യേശു തന്നെ പറയുന്നുണ്ട്, മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. ഇത് യേശു പറയുന്നതാണ്. യേശു പറയുന്ന ശ്രദ്ധിച്ച് ചിന്തിച്ചാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു, അത് യേശു പറയുന്നതാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന, യേശു തന്നിൽ ആയിരിക്കുന്ന ക്രിസ്തു എന്ന പദവിയെക്കുറിച്ച് താൻ പറയുന്നത് മറ്റൊരു വ്യക്തിയായിട്ട് അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 43 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യേശുവിടെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ദാവീദ് അവനെ ആത്മാവിൽ കർത്താവെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. ആരെ? ക്രിസ്തുവിനെ, യേശുവിനെയല്ല. ശ്രദ്ധിച്ച് പഠിക്കണം. ഷാജി പാസ്റ്ററും കൂടി ഇത് മനസ്സിലാക്കണം. ഏതൊക്കെയാണ് അങ്ങ് കുറേയൊക്കെ സമയം ചിലവഴിക്കുന്നുള്ളൂ വചനം പഠിക്കാനായിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. യേശുവിനെ കുറിച്ചല്ല പറഞ്ഞത്. യേശു എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് ക്രിസ്തു എന്നുള്ള പദവിയെക്കുറിച്ച് പറയുകയാണ്. ആത്മാവിൽ, ദാവീദ് ആത്മാവിൽ അവനെ, മനസ്സിലാക്കുക, ആരെ? അവനെ, ക്രിസ്തുവിനെ. യോഹന്നാൻ 8:40 തന്നെ പറഞ്ഞ്, മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അത് യേശു എന്നുള്ള പദവിയിൽ പറയുന്നു. യേശു മനുഷ്യനാണ്. എന്നാൽ യേശുവിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമാണ്, ഒരു പദവിയാണ് ക്രിസ്തു എന്നുള്ളത്. ആ ക്രിസ്തു എന്നുള്ള പദവിയിലേക്ക് ആയിത്തീർന്നത് മരിച്ചതിന് ശേഷമാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ, കർത്താവിനെ അല്ല ക്രൂശിച്ച. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ദൈവം മരിക്കുന്നതാണെന്നൊക്കെ. അതൊക്കെ അവർക്കറിയില്ലാത്തതുകൊണ്ട്, അവർക്ക് ഈ വെളിപ്പാട് വരാത്തതുകൊണ്ട് അവരങ്ങനെ പറയുന്നത്. അതായത് കർത്താവാണവൻ. അത് ലൂക്കോസിൽ പറയുന്ന കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞൊരു പദവി, ആ പദവി ലോകസ്ഥാപനത്തിന് മുൻപേ ജനിച്ച പദവിയാണ്. മനസ്സിലാക്കണം. ഈ ജനിക്കുക എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഈ പൗലോസിൻ്റെ വിശ്വാസത്തിൻ്റെ നിജപുത്രനായ തീമോത്തിയോസിനെ ജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് വീണ്ടും ജനനം, ആത്മാവിൽ ജനിപ്പിച്ചത്. എന്നാൽ മറ്റൊരു ജനനമുണ്ട്. നമ്മൾ സാധാരണ കരാറൊക്കെ എഴുതുമ്പോൾ പറയാറില്ലേ, 2024 ഓഗസ്റ്റ് മാസം 18-ാം തീയതി 1-ാം കക്ഷിയായ വിൽസണും 2-ാം കക്ഷിയായ ജോയിയും തമ്മിൽ പരസ്പരം സമ്മതിച്ച് എഴുതി ജനിപ്പിച്ച കരാർ. ഇവിടെ ആരാ പ്രസവിച്ചേ? എഴുതി ജനിപ്പിച്ച കരാർ. അവിടെ ഒരു ആരംഭം, ഒരു ഉത്ഭവമാണ് പറയുന്നത്. മനസ്സിലാക്കണം. ഇവിടെ അവൻ സകല സൃഷ്ടിക്കും ആദ്യ ജാതൻ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ധാരണ അവനെ ജനിപ്പിച്ചതാണെന്നാണ്. ആ ജനിപ്പിച്ചെന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. എന്ത്? എഴുതി ജനിപ്പിച്ച കരാർ എന്നതുപോലെ സ്വർഗത്തിലെ ഒരു കൗൺസിലുണ്ട്. അത് ഇയ്യോബ് ചോദിക്കുന്നുണ്ട്, എന്തെന്നാ, അവൻ്റെ മന്ത്രാലയത്തിൽ നീ പങ്കുചേർന്നിട്ടുണ്ടോ? ഇത് ദൂതന്മാരുമായിട്ടൊന്നല്ല കേട്ടോ കൂടിയാലോചിക്കുന്നത്. സർവശക്തനായ ദൈവത്തിന് ദൂതന്മാരായിട്ട് കൂടിയാലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ആലോചിക്കണമെങ്കിൽ സമതുല്യമായിരിക്കുന്ന പദവിയുള്ളവരുമായിട്ടേ ആലോചിക്കത്തുള്ളൂ. അതൊക്കെ വിശദീകരണം വേറെ, അതൊക്കെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ആവശ്യമെന്ന് പറഞ്ഞാൽ കൂടുതൽ വിശദീകരണത്തോടെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ മനുഷ്യന് ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ മനുഷ്യൻ വീണു പോകും എന്നറിയാം. അല്ല യാദൃശികമായിട്ട് സംഭവിച്ചൊന്നുമല്ല. അപ്പോൾ ആ വീണു പോകുന്ന മനുഷ്യനെ വീണ്ടെടുപ്പാനായി ഒരു ശരീരം സ്വർഗം ഒരുക്കിയ ക്രിസ്തു എന്നുള്ള പദവിയോട് ചേർന്ന് ഒരു യേശു എന്ന ശരീരത്തെ വിടുകയാണ്. അതൊക്കെ ഒത്തിരി ഡീപ്പായിട്ടുള്ള ക്ലാസ്സാണ്. ഞാനിതിനകത്തിട്ട എത്ര പേർക്ക് ഇരുന്ന സമയം ചിലവഴിച്ചിരുന്ന് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനത്തെ രൂപം കൊടുക്കുവാനും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതൊന്നും യാദൃശ്യമായിട്ട് സംഭവിച്ച കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നെന്ന്.
അപ്പോൾ വീണു പോകുന്ന മനുഷ്യനെ വീണ്ടെടുപ്പാനായി ഒരു ശരീരം യേശു എന്ന മനുഷ്യനായി ജഡമെടുക്കുവാനും അപ്പോൾ തന്നെ ആ വീണ്ടെടുക്കുന്ന ജനത്തിന് അവരെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ പൈശാചിക അധീനതയിൽ കിടക്കുന്ന ലോകത്തിൽ അവൻ പാപത്തിൻ്റെ പ്രലോഭനത്തിൽ പെട്ടുപോയാൽ അവന് മടങ്ങി വരുവാനായി സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപാകെ ഒരു കാര്യസ്ഥനായി വക്കീൽ എന്നതുപോലെ സേവനം അനുഷ്ഠിക്കുന്ന മഹാപുരോഹിതനായ ക്രിസ്തു എന്ന പദവി. മനസ്സിലായല്ലോ? പാപിയായവനെ രക്ഷിപ്പാൻ രക്ഷകൻ എന്നുള്ള യേശുവും ആ രക്ഷിക്കപ്പെട്ടവനൊരു പാപം ചെയ്തു പോയാൽ വചനം 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാം വാക്യം, ഒരു പാപം ചെയ്തു പോയാൽ ആ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി പിതാവിനോട് പക്ഷവാദം ചെയ്യുവാൻ മഹാപുരോഹിതനായി നിൽക്കുന്ന ക്രിസ്തു എന്ന പദവിയും അതിനുശേഷം തൻ്റെ ശരീരമാകുന്ന സഭയെ മണവാട്ടിയായി ചേർക്കുമ്പോൾ മണവാളനായി നിൽക്കുന്ന ക്രിസ്തു എന്ന ഏക പുരുഷനായ ആ മണവാള പദവിയും. ശരീരം നമ്മളും മണവാട്ടി ഇസ്രായേൽ എന്നൊക്കെ പഠിപ്പിക്കുന്നവർക്കുണ്ട്. അവരുടെയൊക്കെ ഉപദേശം ഏകദേശം ഇപ്പോൾ മറുപടി ഇല്ലാതെ കിടക്കുക. ഞാൻ ചോദിച്ചു, ആദാമിനെ ശരീരമായിട്ട് ഹവ്വയെ കൊടുത്തിട്ട് ഭാര്യയായിട്ട് അപ്പുറത്ത് വിലാസിനിയിൽ നിന്നൊന്നല്ലോ കൊടുത്തത്, ഷേർലിനൊന്നുമല്ല കൊടുത്തത്. അല്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ പദം ഓർമ്മയിൽ കിടക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞത്. പരിഹാസമൊന്നുമല്ല. അപ്പോൾ ശരീരമായി കൊടുത്ത് എന്താണോ അത് തന്നെയാണ് ഭാര്യ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരം ഈ സഭയാണെങ്കിൽ ആ സഭ തന്നെയാണ് മണവാട്ടി, സംശയമൊന്നുമില്ല. ഇനിയിപ്പോൾ തർക്കിക്കുന്നവർ അവരുടെ മുയലിന് 3 or 5 കൊമ്പോ ആകട്ടെ, നമുക്കത് വിഷയമില്ല. കാരണം പഠിക്കേണ്ടവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മടങ്ങി വരട്ടെ. അപ്പോൾ അവിടെ ക്രിസ്തു എന്ന സ്ഥാനത്തിൻ്റെ 2 പദവി പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ മഹാപുരോഹിതനായി നിൽക്കുന്ന ക്രിസ്തുവും പിന്നീട് ക്രിസ്തു മണവാളനായി വരുന്നതും. എന്നാൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചോളം ആഹാസ് രാജാവിനോട് വാഗ്ദത്തം ചെയ്യുന്ന ഒരു കന്യക ഗർഭിണിയായി പ്രസവിക്കപ്പെടുന്ന ഒരു മകൻ, അവൻ ആധിപത്യം തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു എന്ന് 9-ാമത്തെ അധ്യായത്തിൽ യശയ്യാ പ്രവാചകൻ കുറിക്കൊള്ളുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായത്തിൽ അവൻ്റെ ഭരണത്തിൻ്റെ ഒരു പ്രത്യേകത പറയുന്നു. 35-ാമത്തെ അധ്യായത്തിൽ ഭരണകാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറയുന്നു. വ്യക്തമായല്ലോ, അത് ക്രിസ്തു. അപ്പോൾ ഈ ക്രിസ്തുവിനെ ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞു, വേർതിരിച്ചു കഴിഞ്ഞു. അതാണ് അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. 2-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. എപ്പോഴാണ് വാഴിച്ച്? അവിടെ തുടങ്ങിയോ? 2-ാം സങ്കീർത്തനത്തിൽ പറയുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയോ? തുടങ്ങിയില്ല. പിന്നെ എന്തുവാ? ദൈവം ഓൾറെഡി പദ്ധതിയാക്കി വെച്ചു. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ചോദിച്ചു, യേശുവിനെ അഭിഷേകം ചെയ്തു എന്ന് പറയുന്നു. എവിടെയാണ് അഭിഷേകം ചെയ്തത്? ആരാ അഭിഷേകം ചെയ്തത്? അപ്പോൾ ഈ അഭിഷേകം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ധാരണ പോകുന്നത് നമ്മുടെ ശമൂവേൽ പ്രവാചകൻ വന്ന് ശൗലിൻ്റെയും ദാവീദിൻ്റെയൊക്കെ തലയിൽ തൈലം ഒഴിച്ച ആ ഒരു ശുശ്രൂഷയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി നിയോഗപ്പെടുത്തി മാറ്റി നിർത്തുക എന്നാണ്. അതിൻ്റെ പ്രത്യക്ഷമായ ഒരു അടയാള കർമ്മമാണ് ഈ തലയിൽ ഇതൊഴിക്കുന്നത്. മനസ്സിലായല്ലോ? ഒരിക്കലും ഞാനായിരുന്നു തൊടുപുഴയിൽ ഒരു സിസ്റ്റർ അങ്ങനെ പ്രസംഗത്തിൽ പറയുകത്രേ, യേശുവിനെ അഭിഷേകം ചെയ്തത് ഒരു സ്ത്രീയാണെന്ന്. എന്തുവാ? വലിയ വിലയേറിയ തൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ തലയിൽ ആ സ്ത്രീ ഒഴിച്ചത് യേശുവിനെ അഭിഷേകം ചെയ്തതാണെന്ന്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇവരുടെയൊക്കെ ധാരണ തലയിൽ കൂടി കോരി ഒഴിക്കുന്നതാണ് അഭിഷേകം എന്ന്. അല്ല, അത് അഭിഷേകത്തിൻ്റെ ഒരു അടയാളം ആയിട്ടുള്ള കർമ്മമെന്ന് മാത്രമല്ല. ദൈവത്തിന് അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയോഗപ്പെടുത്തി മാറ്റി നിർത്തുന്നതാണ് അഭിഷേകത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. അത് ദൈവം ആരുടെയും തലയിൽ കോരി ഒഴിക്കാതെ ദൈവം തന്നെ അതിനോട് മാറ്റി നിർത്തി. എന്തിന്? ശ്രദ്ധിക്കുക, ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യനെ കൗശലക്കാരൻ വന്ന് വീഴ്ത്തുമെന്നറിയാം. അവർ പാപത്തിൽ വീഴുമെന്നറിയാം. ആ വീണ് പോകുന്നവനെ രക്ഷപ്പെടുത്തുവാനുള്ള രക്ഷാ പദ്ധതിയാണ് ലോകസ്ഥാപനത്തിന് മുൻപേ നിയോഗിക്കപ്പെട്ടത്. അതാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട എന്ന് പറയുന്നുണ്ടല്ലോ. അന്നർത്ഥമായിരുന്നോ? എന്നാ അർത്ഥത്? യേശു ജനിച്ച് 33.5 വയസ്സിലല്ലേ അറക്കപ്പെട്ടത്? പക്ഷെ എന്താ പറയുന്നത്? ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ദൈവം ഓൾറെഡി അതും നിശ്ചയിച്ചു കഴിഞ്ഞു. അതിനായി സെപ്പറേറ്റ് മാറ്റി നിർത്തിയിരിക്കുന്നു, അതിനുവേണ്ടി നിയോഗപ്പെടുത്തിയിരിക്കുന്നു. ആ നിയോഗത്തിനാണ് അഭിഷേകം എന്നുദ്ദേശിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കപ്പലുണ്ടാക്കുമ്പോൾ അതിൽ തന്നെ ഒരു ലൈഫ് ബോട്ട് ഉണ്ടാക്കി വയ്ക്കും. അത് കപ്പൽ മുങ്ങുന്നുള്ള പ്രതീക്ഷയിലല്ല, അഥവാ മുങ്ങിയാൽ രക്ഷപ്പെടാൻ വേണ്ടി. ദൈവം ഇതുപോലെയല്ല. മനുഷ്യൻ ചിലപ്പോൾ വീണേക്കും, വീണാൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല.
മനുഷ്യൻ പാപത്തിൽ വീണു പോകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ദൈവം, അതിനകത്തും വേറെ പദ്ധതികളുണ്ട്. അതൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് അവിടെ പ്രയോജനപ്പെടും. എന്തുകൊണ്ടാണ് വീണു പോകാൻ സാധ്യതയുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയത്? അത് ദൈവത്തിൻ്റെ നാടകമായിരുന്നു എന്ന് വേണം ചോദിക്കാം. ഏതൊക്കെയാലും വീണു പോകുന്ന അറിയാമല്ലോ, പിന്നെ എന്തിനാണ് സൃഷ്ടിച്ചാക്കിയെന്നൊരു ചോദ്യം വരും. അപ്പോൾ അതിനൊക്കെ വ്യക്തമായ മറുപടിയും വിശദീകരണവും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിനകത്തുണ്ട്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അത് പുറത്തു വരാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ മടങ്ങി വരുന്നു. അപ്പോൾ ഇവിടെ ഒരു കപ്പലുണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു ലൈഫ് ബോട്ട് മുൻപേ ഉണ്ടാക്കി വെക്കുന്നത് പോലെ ദൈവം ചെയ്തതല്ല. മനുഷ്യൻ വീണു പോകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ദൈവം വീണു പോകുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനായി ദൈവവചനമെന്ന പേരിൽ സ്വർഗത്തിൽ ആയിരുന്നവൻ, ഞാൻ വീണ്ടും പറയുന്നു, അതിന് കാരണമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്ന ആദിയിൽ വചനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. ഇനി കൂടുതലായിട്ട് അറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുക. അപ്പോൾ ദൈവവചനം എന്ന പേരിൽ ദൈവത്തോട് തുല്യനായി ദൈവമായിരുന്നവൻ തൻ്റെ ദൈവത്തോടുള്ള സമത്വം കൊണ്ട് വെച്ചിട്ട് മനുഷ്യനായി പോന്നതാണോ യേശു? മനസ്സിലായല്ലോ, മനുഷ്യനായി പോന്നതാണ് യേശു. ഇനി മനസ്സിലാകാത്തവർക്കൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ നല്ലൊരു വിശാല മനസ്സുള്ള ഒരാളാണെന്ന് കരുതുക. നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു സ്നേഹിതൻ്റെ കല്യാണത്തിന് വിരുന്നിന് പോവുകയാണ്. പാസ്റ്റർ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ ആ പാസ്റ്റർ പറയാം ഞാൻ വണ്ടി കൊണ്ട് വരാമെന്ന് പറഞ്ഞ് നല്ല മനസ്സുള്ള ആ പാസ്റ്റർ വണ്ടി കൊണ്ടുവന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിരുന്നുകാരെല്ലാം ഇറങ്ങേണ്ടി പോയി. ആ കല്യാണത്തിന് നടത്തുന്ന വീട്ടുകാർ അവരുടെ മാന്യതയ്ക്ക് അവർ പറഞ്ഞു ഡ്രൈവേഴ്സ് എല്ലാം വരണം, അവരോട് വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഡ്രൈവറെ വിളിച്ചു കൊടുത്ത് നിങ്ങളുടെ പാസ്റ്ററേയും വിളിച്ചു. പക്ഷെ അവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പാസ്റ്ററെ ആ വീട്ടുകാർ വിളിച്ചത് ഡ്രൈവർ എന്നാണ് വിളിച്ചത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഡ്രൈവറാണോ? അദ്ദേഹം നിങ്ങളുടെ പാസ്റ്ററാണോ? നിങ്ങളുടെ പാസ്റ്ററാണ്. ആ പാസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ മാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെ മാനിക്കപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ ആ സന്ദർഭത്തിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അദ്ദേഹം അല്പസമയത്ത് ഡ്രൈവറായി. അതുകൊണ്ടാണ് ഡ്രൈവർമാർ വരാൻ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളുടെ പാസ്റ്റർ വന്നത്. ഇപ്പോൾ കല്യാണമെല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കവലയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ ഡ്രൈവർ ഒന്ന് വണ്ടി ഓടിക്കാൻ പോയില്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചോദിച്ചതിൽ തെറ്റില്ല. കാരണം അദ്ദേഹം കാണുമ്പോൾ, ഈ ചോദിച്ച ആൾ കാണുമ്പോൾ അദ്ദേഹം ഡ്രൈവറായിരുന്നു. ഡ്രൈവർ എന്നുള്ളൊരു നിലയിലാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷെ അതൊരല്പസമയത്തേക്ക് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നല്ലേ. അത് കഴിഞ്ഞപ്പോൾ താൻ പാസ്റ്ററാണ്. മനസ്സിലായല്ലോ. പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ മനുഷ്യ ജന്മമെടുത്ത് ഭൂമിയിലേക്ക് വന്നത് യേശു മനുഷ്യനാണ്. അത് യേശു തന്നെ സമ്മതിക്കുന്നു. അതാണ് പറഞ്ഞ് യോഹന്നാൻ 8:40 പറയുന്നത്, മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു യേശു പറഞ്ഞത്. അത് തന്നെ പത്രോസ് പറഞ്ഞത്, യേശുവിനെ നിങ്ങൾ കൊന്നു, പക്ഷെ ദൈവം അവനെ ക്രിസ്തുവും കർത്താവുമായി ഉയർത്തി. അപ്പോൾ ക്രിസ്തുവായി ഉയർത്തിയതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒന്നിപ്പോൾ ദൈവജനത്തിന് വേണ്ടി ഇപ്പോൾ പിതാവിൻ്റെ മുന്നിൽ പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതൻ. അടുത്തൊരു സ്ഥാനം സഭയെടുക്കപ്പെട്ടതിന് ശേഷം സഭയുടെ മണവാളൻ. എന്നാൽ അപ്പോൾ തന്നെ ഇസ്രായേലിന് നീതിയോടെ ഭരിക്കുന്ന രാജാവ്. ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നതാണ്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. എന്നാൽ അടുത്തത് ശ്രദ്ധിക്കുക. അപ്പോൾ യേശു എന്നുള്ളത് മനസ്സിലായി, ക്രിസ്തു എന്നുള്ളത് മനസ്സിലായി. ഇവിടെ ഇദ്ദേഹം ഷാജി പാസ്റ്റർ എന്താ പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ മഹിമ വെടിഞ്ഞു വിട്ടവൻ, സ്വർഗം വിട്ട് സ്വർഗീയ മഹിമ വെടിഞ്ഞു വന്നവൻ. ഇപ്പോൾ രണ്ട് കാര്യം വ്യക്തമായല്ലോ. എന്നാൽ മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഷാജി പാസ്റ്ററെ നമുക്ക് ഇങ്ങനൊന്ന് ചിന്തിച്ചാലോ. കർത്താവായ ലൂക്കോസ് പറഞ്ഞ അങ്ങനെയാണ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഏതൊരു ശ്രോതാവ് ആവശ്യപ്പെട്ടു പറയപ്പെടുന്ന വാക്യത്തിൻ്റെ റെഫറൻസും കൂടി പറയണം, പഠിക്കാൻ എളുപ്പമുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ റെഫറൻസ് പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ. അപ്പോൾ ജനിച്ചത് രക്ഷകൻ, അപ്പോൾ തന്നെ അവൻ ക്രിസ്തു എന്ന ഒരു പദവിയും കൂടി ഉള്ളവനാണ്. പക്ഷേ അവൻ കർത്താവായവനാണ്. മനസ്സിലായല്ലോ, അവൻ കർത്താവായവനാണ്, ആക്കി തീർത്തവനല്ല. അവൻ കർത്താവ്, ഓൾറെഡി അവൻ കർത്താവാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് തൻ്റെ 7-ാം അധ്യായത്തിൽ പറയുന്നത്, അവന് ദൈവം നമ്മോട് കൂടി എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. ആരാണ് വിളിച്ചത്? എവിടെയാണ് ഇട്ടത്? അതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ, സ്ത്രീയുടെ ഉദരത്തിലൂടെ ജന്മം കൊണ്ട് ജനിച്ച് ഒരു മനുഷ്യനെ പോലെ ജീവിച്ച് കരഞ്ഞും ഉറങ്ങിയും വിശന്നും ദാഹിച്ചും എക്കെയും
ഒരു മനുഷ്യനെ പോലെ അവൻ ജീവിക്കുമ്പോൾ അവൻ കേവലം ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. അവൻ സ്വർഗത്തിലുണ്ടായിരുന്ന മഹിമ വിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ആ മഹിമ എന്താണെന്ന് ഇവിടെ ഷാജി പാഷ തന്നെ പറഞ്ഞല്ലോ, സ്വർഗത്തിലെ മഹിമ വിട്ടെന്ന്. ആ മഹിമ എന്താണെന്ന് നമ്മൾ തിരുവചനത്തിൽ കണ്ടെത്തണം. ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നുണ്ട് അതെന്താണെന്ന്. കാരണം യേശു തന്നെ പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പിതാവേ, ലോക സ്ഥാപനത്തിന് മുൻപേ എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. ആ മഹത്വം എന്താണെന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ കാണാം. ഒറ്റ വാക്കി പറയാമല്ലോ, പിതാവിൻ്റെ ഒപ്പം ദൂതന്മാരാലും ജീവികളാലും സ്തുതിക്കപ്പെടുമ്പോൾ, ആരാധിക്കപ്പെടുമ്പോൾ അവൻ ആരായിരിക്കണം? സിംഹാസനത്തിലിരിക്കുന്ന പിതാവിനും അർക്കപ്പെട്ട കുഞ്ഞാടിനും സ്തുതിയും മഹത്വവും എല്ലാം കൊടുക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെയാണെങ്കിൽ അതിൻ്റെ വിശദീകരണം അദ്ദേഹം പറഞ്ഞ വാക്കും വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ പറയുക വിടുന്നുണ്ട്. ആ പിതാവിൻ്റെ ഒപ്പം ഇരുന്ന് മഹത്വം കൊടുക്കണമെങ്കിൽ ആരായിരിക്കണം? ഒന്നാമത്തെ കാര്യം, പിതാവ് എന്ന് പറയാനുള്ള കാരണം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ അവരെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പേരിൻ്റെ അർത്ഥത്തിൽ ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെയാണെങ്കിൽ ഇപ്പോൾ യേശുവിന് 2 ജനനമുണ്ട്. ഒന്ന് സ്വർഗത്തിൽ വെച്ച് പിതാവ് ജനിപ്പിച്ചു, 2 ഭൂമിയിൽ വന്ന് മറിയിലൂടെ ജനിച്ചു. ഇതിൽ ഏത് ജനനമാണ് സാർ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നത് എന്താ പറയണം? ലോകസ്ഥാപനത്തിന് മുൻപെയാണ്. അതൊരു ഡേറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ഡേറ്റ് പറയണമെങ്കിൽ സൂര്യനും ചന്ദ്രനും അവൻ്റെ പ്രവൃത്തി തുടങ്ങണം, രാവും പകലും കൂടെ ഉണ്ടാകണം. എങ്കിലേ ദിവസമാകത്തുള്ളൂ, എങ്കിലേ മാസമാകത്തുള്ളൂ, എങ്കിലേ വർഷമാകത്തുള്ളൂ, എങ്കിലേ നമുക്ക് ഡേറ്റ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോന്ന് പറയും? മനസ്സിലാക്കുക. അന്ന് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം വീണു പോകുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാനായി ക്രമീകരിച്ച പദ്ധതിയിൽ ദൈവത്തോട് തുല്യമായിരുന്നവനെ ഒരു പദവിക്ക് വേണ്ടി നിയോഗപ്പെടുത്തി മാറ്റി നിർത്തിയതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. അല്ലാതെ തൈലം കോരി തലയിൽ ഒഴിച്ചാൽ മാത്രമാകത്തില്ല. മുസൽമാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ഒരു വേലക്കായി അവരെ നിയോഗിച്ച് അവിടെ തൈലം ഒഴിച്ചത്. അവരവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു വിട്ടു. അത് ദൈവനാമത്തില്ല. ദൈവം ആരുടെ തലയിൽ കൈവച്ചാൽ പ്രാർത്ഥിക്കുന്നത്? ദൈവം തന്നോടൊപ്പം പദവിയുള്ളവൻ്റെ തലയിൽ കൈവച്ചോ? ഇപ്പം ചോദിക്കാൻ 2 ദൈവം ഉണ്ടോ എന്നല്ലേ? അതിനൊക്കെ മറുപടി വരുന്നുണ്ട്. ആക്കെ മറുപടി ഉണ്ട്, മറുപടി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ ഇവിടെ കർത്താവായ ക്രിസ്തു, ഇനി ഇവർക്ക് വരാൻ പറ്റുന്ന ഒരു വലിയൊരു അബദ്ധം ഞാൻ പറയാം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നത് കേട്ടു നോക്ക്, എന്നിട്ട് നോക്കാം എൻ്റെ ഇതിൽ കിടക്കാം. അതായത് യേശു ദൈവമാണ്, പക്ഷേ പിതാവിൻ്റെ ഒപ്പമുള്ളൊരു ദൈവമല്ല. യേശുക്രിസ്തു ദൈവം തന്നെയാണ് എൻ്റെ ചിന്തയിൽ. പക്ഷേ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവല്ല, ആ പിതാവിൻ്റെ മകനാണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങ് പറഞ്ഞത് യേശുക്രിസ്തു ദൈവം അല്ല. അപ്പോൾ എൻ്റെ ചിന്തയിൽ അങ്ങനെയല്ല. യേശുക്രിസ്തു, ഇപ്പോൾ അങ്ങേക്കൊരു മോളുണ്ടെങ്കിൽ അത് മനുഷ്യൻ തന്നെയാണ്, അല്ലേ? അതെ. ഇതേപോലെ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ദൈവം തന്നെയാണ്, പക്ഷേ തൻ്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവല്ല. ഏകസത്യ ദൈവമെന്ന് യേശുക്രിസ്തു വിശേഷിപ്പിക്കുന്ന സ്വർഗസ്ഥ പിതാവ് അല്ല. അങ്ങനെയാണ് ഈ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് നമ്മുടെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ, നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ ക്രിയ ചെയ്യുന്നവനെ കർത്താവ് എന്ന് പറയൂല്ലേ? ആ കർത്താവാണ് ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിൽ കർത്തൃത്വം നടക്കണമെങ്കിൽ അവന് ദൈവതുല്യമായ പദവി ഉണ്ടായിരിക്കണം. ഭൂമിയിൽ കർത്തൃത്വം നടത്താൻ പലതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കർത്തൃത്വമാണ് ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്നത്, ദൈവതുല്യമായ പദവിയുള്ളത് കൊണ്ട്. ഇനി ഇപ്പോൾ യേശുവിനെ നിങ്ങൾ കർത്താവെന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്, അപ്പോൾ തന്നെ ദൈവമല്ല. നിങ്ങളിത് ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല ഇത് കൊണ്ടുവരുന്നത്, ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല കൊണ്ടുവരുന്നത്. അവിടെ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അത് വേണ്ട. വിശുദ്ധ വചനത്തിൽ പറയുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് പറഞ്ഞ്, ദൈവത്തോട് തുല്യനായിരുന്നവൻ, ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നവൻ, ആ സമത്വം വിട്ടിട്ട് എങ്ങോട്ട് പോകുന്നത്? യഹൂദന്മാർ യേശുവിനെ കൊല്ലാനുള്ള കാരണം ഒന്ന് പറയുന്നത്, അവൻ ദൈവത്തോട് സമമാകാൻ അവൻ ശ്രമിച്ചു. ഭാഷയുടെ വ്യാകരണങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്ന ശാസ്ത്രിമാരും കൂടെ ഇത് കേൾക്കുന്നുണ്ട്. അവരും അത് പറയണമെങ്കിൽ യേശുവിന് ഗ്രാമർ മിസ്റ്റേക്കൊന്നും വന്നില്ല. യേശു സംസാരിച്ച കാര്യത്തിൽ താൻ ഇൻഡയറക്റ്റായിട്ട് താൻ ദൈവമാണെന്ന് അവിടെ സമർത്ഥിക്കുകയുണ്ടായി. അത് കേട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായി. അവർ തന്നെ പറഞ്ഞു, ഇനി ഇതിപ്പോൾ കേട്ട് നോക്കി, ഇനിയിപ്പോൾ നിങ്ങളുടെ ആരുടെയും സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല, അവൻ തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ, സംഭവം മനസ്സിലായില്ലേ, അവൻ ദൈവത്തിൽ തുല്യനായി നോക്കിയില്ലേ. ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ റോബറി എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്.
അതായത് വ്യാജമായി ഇല്ലാത്തതിനെ അവനുണ്ടാക്കി, കൃത്രിമമായിട്ട് ഉണ്ടാക്കി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാൻ ശ്രമിച്ചു എന്ന് വ്യാഖ്യാനിക്കുന്ന യഹോവ സാക്ഷികൾ. അവരങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. കാരണം ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. അവരങ്ങനെ പറഞ്ഞു. താങ്കളൊന്ന് വായിച്ച് നോക്കിക്കേ, അവിടെ റോബറി എന്നൊരു വാക്കിയില്ലേ, അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഇല്ലാത്ത ഒന്നിനെ വ്യാജേനെ പിടിച്ചു പറ്റാൻ ശ്രമിച്ചു, അങ്ങനെ അവർ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പറയുന്ന യേശു ഇല്ലാത്ത പദവിയെ ഉണ്ടാക്കി പദവിയിൽ കയറാൻ നോക്കുന്ന വ്യാജ മനസ്സുള്ളവനാണോ? അത്രയ്ക്കും വലിയൊരു വ്യാജ മനസ്സിൻ്റെ ഉടമയാണോ മനുഷ്യനെ രക്ഷിക്കാൻ വന്ന ഊനമില്ലാത്ത യാഗമെന്ന് മൃഗമെന്ന് ചോദിച്ചപ്പോൾ അവർക്കും മിണ്ടാട്ടമില്ലാതെ ആയിപ്പോയി. അപ്പോൾ ഞാനിവിടെ ചോദിക്കുന്നൊരു ന്യായമായ ചോദ്യമുണ്ട്, നിങ്ങളതിന് മറുപടി പറയണം. യേശുവിന് ദൈവത്തോട് സമത്വം ഇല്ലാതെ ഇരിക്കെ, ശ്രദ്ധിക്കുക, യേശുവിന് ദൈവത്തോട് സമത്വം ഇല്ലാതെ ഇരിക്കെ, ഇവിടെ ഞാൻ യേശു എന്ന് ഉദ്ദേശിക്കുന്ന മനുഷ്യൻ വളർത്തതല്ല, അവിടെ പദവി വിട്ടിട്ട് ഇങ്ങോട്ട് മനുഷ്യനായി വന്ന ആ ഒരു സത്യമുണ്ടല്ലോ, ആ ഒരു ആളത്വം ഉണ്ടല്ലോ, അതിനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തോട് സമത്വം ഇല്ലാതെ ഇരിക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന്. രണ്ട്, യഹൂദന്മാർ ആരോപിക്കത്തക്ക നിലയിൽ അവൻ ദൈവതുല്യമായി ആകാൻ ശ്രമിച്ചാൽ എന്താണ് അവിടെ സ്വാഭാവികമായിട്ടും മുഖപക്ഷമില്ലാത്ത ദൈവത്തിൽ നിന്നുണ്ടാകേണ്ട നടപടി എന്താണെന്ന് ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചോ? പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടണമെന്നില്ല, ചിലർക്കൊക്കെ പിടികിട്ടിയില്ലേ? വേറൊന്നുമല്ല, ലൂസിഫർ അത് തന്നെ ആഗ്രഹിച്ച, അത്യുന്നതനോട് സമനാകാൻ മനസ്സിൽ ആഗ്രഹിച്ചപ്പോൾ വെട്ടി താഴെയിട്ടുവെങ്കിൽ, യേശു ഇല്ലാത്ത സമത്വം അത്യുന്നതനോട് സമനാകാൻ ശ്രമിച്ചപ്പോൾ ലൂസിഫറിനെ വെട്ടിയ ദൈവം എന്തുകൊണ്ട് യേശുവിനെ വെട്ടി താഴെയിട്ടില്ല? മുഖപക്ഷം യഹോവയ്ക്ക് അറപ്പും വെറുപ്പും. മക്കളെ, ദൈവമക്കളെ, വചനം പഠിക്കണം. ദൈവദാസന്മാരെ, ഈ സ്നാനപ്പെടാൻ പോയ തോമാച്ചാം ദൈവദാസ, നിങ്ങളൊക്കെ വചനം ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാനിതിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ട് ചേർക്കുന്നുണ്ട്. പെന്തക്കോസ്ത് പാസ്റ്റർമാർ നേതൃത്വം കൊടുക്കുന്നവർ ഒഴിവായി പോകരുത്, നിങ്ങൾ കേട്ടേ പറ്റൂ. നിങ്ങൾ കേട്ടില്ല എങ്കിൽ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന ദൈവദാസന്മാർ അത് കേട്ടിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പ്രശസ്തനാകാനൊന്നുമല്ല, എനിക്കത് വലിയ ആഗ്രഹമൊന്നുമില്ല. അത് നിങ്ങൾ ഈ ആശയം അവർ കേൾക്കണം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള കാരണം, ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം പെന്തക്കോസ്ത് നേതൃത്വം ഏറ്റെടുത്തേ പറ്റൂ. അതിൻ്റെ 5 കാരണം ഞാനിവിടെ പറയുന്നുണ്ട്. 5 കാരണം അത് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ കേട്ടേ പറ്റൂ. വേറൊന്നുമല്ല, ദൈവസ്നേഹത്തിൽ പറയുന്നതാണ്. കേട്ട പിന്നെ ഇങ്ങനത്തുള്ള അപകടം ഉണ്ടാകരുത്. അപ്പോൾ മനസ്സിലാക്കുക, ഈ യേശുവിന് ദൈവത്തോട് സമത്വം ഇല്ലാതെ ഇരുന്നിട്ട് സമത്വം മുറുകെ പിടിക്കാൻ ആഗ്രഹിച്ചാണെങ്കിൽ ലൂസിഫറിന് വെട്ടി താഴെയിട്ട ദൈവം യേശുവിനെയും വെട്ടി താഴെയിടണമായിരുന്നു. കാരണം യേശുവിനും ലൂസിഫറിനുമെല്ലാം അവിടെ തുല്യമായ പദവിയായിരുന്നു അവരുടെ വീക്ഷണത്തിൽ. കാരണം അത്യുന്നതനായ ദൈവത്തിന് തുല്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ അതേ പദവിയിൽ നിന്ന് ലൂസിഫറിനെ വെട്ടിത്താഴെയിട്ടെങ്കിൽ, അത്യുന്നതനോട് സമനാകാൻ ശ്രമിച്ചപ്പോൾ താഴെയിട്ടുവെങ്കിൽ, യേശുവും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ വെട്ടി താഴെയിടണമായിരുന്നു. അപ്പം മനസ്സിലായല്ലോ. നിങ്ങൾക്കും എനിക്കും മനസ്സിലായില്ലെങ്കിലും ദൈവത്തിനറിയാം അവന് സമത്വമുള്ളവനാണെന്ന്. പിതാവായ ദൈവത്തിനൊപ്പം സമത്വമുള്ളവനാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് പാസ്റ്ററെ യേശുവിനെ വെട്ടി താഴെയിടായിരുന്നേ. മനസ്സിലായോ? ശരി. ഇനി ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ വരുമ്പോൾ രസകരമായൊരു ശൈലിയുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. പറയപ്പെടുമെന്നല്ല, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള പ്രയോഗമുണ്ടല്ലോ, ആ പ്രയോഗമല്ല. വിളിക്കണം, യേശു കർത്താവെന്ന് പറയണം എന്നല്ല, പറയപ്പെടും എന്നല്ല, പറയേണ്ടി വരും. എന്താ ഭാഷയുടെ പ്രയോഗം? എന്താണ് പ്രയോഗം? ഞാനൊരു ഉദാഹരണം പറയാം. ഈ കേൾക്കുന്ന താങ്കളോട് ഞാനൊരു 10 ലക്ഷം രൂപ വാങ്ങിച്ചു, പ്രോമിസറി നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പൈസ ചോദിച്ചു, ഞാൻ തന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പൈസ എല്ലാം തരത്തില്ല, താങ്കൾക്ക് പിടിച്ചു മേടിക്കാൻ പറ്റിക്ക് മേടിച്ചോ, എന്നെ തല്ലി കൊല്ലാക്കി കൊല്ലോ, പൈസ ഞാൻ തരത്തില്ല. അപ്പോൾ പറയുക, മോനെ, നീ ഇപ്പം എത്ര മനസ്സിൽ പിടിച്ചാലും നീ ഇത് തരേണ്ടി വരും. എപ്പോഴാ? ഞാൻ കൊടുത്തിരിക്കുന്ന പ്രോമിസറി നോട്ട് വെച്ചുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. അപ്പോൾ കോടതിയിൽ ഒരു വിധി വരും. എനിക്ക് ഈ പാവപ്പെട്ട മനുഷ്യനെ ഞാൻ പറഞ്ഞു പറ്റിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു.
പക്ഷെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ പെട്ടുപോകും. അന്ന് നീ തരേണ്ടി വരും എന്ന് പറഞ്ഞാൽ നീ എത്ര ഒഴിവായി പോയാലും നിർവാഹമില്ലാതെ പെട്ടുപോകുന്ന സന്ദർഭത്തിൽ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവല്ല, ദൈവമല്ല എന്ന് പറയുന്ന താങ്കൾ യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. എപ്പോൾ? വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും. എന്തുകൊണ്ട് കർത്താവെന്ന് ഉദ്ദേശിക്കുന്ന ആരാണെന്ന് മനസ്സിലായല്ലോ? പിതാവാം ദൈവം. ആ പിതാവാം ദൈവത്തിനും അവൻ്റെ ക്രിസ്തുവിനും, ആരുടെ ക്രിസ്തുവാണോ അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീരും. എന്തിനായി? രണ്ടുപേർക്കും ഒരു ഭരണം, ഒരു രാജ്യത്തിൻ്റെ ഭരണം രണ്ടുപേർക്ക് കൊടുക്കണമെങ്കിൽ അവർ രണ്ടുപേരും തുല്യരായിരിക്കണം. മനസ്സിലായോ? ഇവിടെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം കേട്ടോ, അതായത് ഈ തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തോട് ഉദാഹരണപ്പെടുത്തുന്നത്, നിങ്ങൾക്കൊരു മകനുണ്ടായാൽ കേട്ടു നോക്കുന്നിട്ട് പറയാം. ക്രിസ്തു ഇപ്പോൾ അങ്ങേക്കൊരു മോനുണ്ട്, മോളുണ്ടെങ്കിൽ അത് മനുഷ്യൻ തന്നെയാണ്, അല്ലേ? അതെ. ഇതേപോലെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. പക്ഷേ തൻ്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവല്ല, ഏകസത്യ ദൈവമെന്ന് യേശു ക്രിസ്തു വിശേഷിപ്പിക്കുന്ന സ്വർഗസ്ഥ പിതാവ് അല്ല. അങ്ങനെയാണ് എൻ്റെ ചിന്ത. പറഞ്ഞു കേട്ടോ, ഒരു മനുഷ്യനൊരു കുട്ടി ഉണ്ടായാൽ അവന് മനുഷ്യൻ്റെ കുട്ടിയാണ്, അപ്പോൾ അവൻ അപ്പന് തുല്യനല്ല. അത് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ എന്തായിരിക്കണം? മനുഷ്യൻ്റെ മകൻ മനുഷ്യനായിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ മകൻ ദൈവമായിരിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ ഷാജി പാസ്റ്ററെ, ഈ തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനൊരു മനുഷ്യനുണ്ട്. സപ്പോസ് അവർ ബിജു ആണെന്നിരിക്കട്ടെ, അവനിപ്പോൾ 12 വയസ്സുള്ളൂ. ഞാൻ എൻ്റെ ചിത്രീകരണമാണേ, 12 വയസ്സുള്ളൂ. ഇപ്പോൾ തോമസ് എന്ന് പറയുന്ന മനുഷ്യന് തുല്യനല്ല ആര്? ഈ ബിജു, 12 വയസ്സുകാരൻ ബിജു മകനും തോമസ് അപ്പനുമാണ്. പക്ഷേ ഒരു 10-25 വർഷത്തോളം കഴിയുമ്പോൾ ഈ ബിജു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയാകുമ്പോൾ, അവനൊരു മകനാകുമ്പോൾ, ഇന്ന് തോമസ് എന്ന് പറയുന്ന ഈ ദൈവദാസനായിരിക്കുന്ന പദവിയിലേക്ക് ബിജു എത്തും. മനസ്സിലായോ? പക്ഷേ തോമസ് വല്യപ്പനായി മനുഷ്യനെ ഉദാഹരണപ്പെടുത്തി പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ന്യായമായൊരു കാര്യം ചോദിക്കട്ടെ ഷായി പാസ്റ്ററെ, നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളല്ലേ? ഇപ്പം ദൈവമക്കളെന്നൊക്കെ പറയുമല്ലോ, ആണോ? മക്കളാ, തെളിവുണ്ട്. നീ എനിക്ക് തന്ന മക്കൾ. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോഴും അതിന് തെളിവുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന പിതാവ് വല്യപ്പനായോ? നിങ്ങൾ പറഞ്ഞ ഉദാഹരണം വെച്ച് ചോദിച്ചത് വല്യപ്പനായോ? ഇനി ഈ തോമസ് പാസ്റ്ററുടെ കാര്യം പറയട്ടെ, ഇദ്ദേഹം അപ്പോൾ അപ്പനായിരിക്കുന്നു, ബിജു മകനായിരിക്കുന്നു. ഇനി നാളെ ബിജുവിൻ്റെ ഒരു മകനുണ്ടാകുമ്പോൾ ബിജു അപ്പനായി. അപ്പം ഇന്ന് തോമസ് ആയിരിക്കുന്ന അതേ പദവിയിലേക്ക് ബിജു വന്നു. ഇനി ആ ബിജുവിൻ്റെ മകൻ ഒരു 10-40 വർഷം കഴിയുമ്പോൾ അവനും ഒരു അപ്പനാകുന്ന സമയത്ത് ഈ ബിജു വല്യപ്പനായി. നിങ്ങൾ എന്തുവായി പറഞ്ഞു കൂട്ടുന്ന? ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാനായി എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ മകൻ ചെറിയ ദൈവം, എസയുടെ മകൻ എസൈ ആയിരിക്കുമോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ മകൻ എന്ന പദവി എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവമല്ല, പിന്നെ എന്തോ കുട്ടി ദൈവമോ? അപ്പം ഇതിനകത്ത് വന്ന് വലിയൊരു പാളിച്ച കേട്ടോ. എന്താ സംഭവം എന്നറിയാമോ? ഇനിയാണ് കൺഫ്യൂഷൻ വരാൻ പോകുന്നത്. സംഭവം കൈവിട്ട് പോയി, പൊളിഞ്ഞു, തകർന്നു. കേട്ടു നോക്കിക്കോ. അപ്പോൾ യേശു ദൈവം എന്ന് പറഞ്ഞുള്ള സ്നാനമല്ല, യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്നതായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നത്. ശ്രദ്ധിച്ചേട്ടെ, ഇദ്ദേഹത്തിൻ്റെ ചിന്ത നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ താമസം. യേശു ക്രിസ്തു ദൈവം തന്നെയാണ് എൻ്റെ ചിന്തയിൽ. അപ്പോൾ യേശു ദൈവം എന്ന് പറഞ്ഞുള്ള സ്നാനമല്ല, യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്നതായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നത്. ശ്രദ്ധിച്ചേട്ടെ, ഇദ്ദേഹത്തിൻ്റെ ചിന്ത നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ താമസം. യേശു ക്രിസ്തു ദൈവം തന്നെയാണ് എൻ്റെ ചിന്തയിൽ. സംഭവം ചീറ്റിയോ? കൈവിട്ട് പോയോ? തമച്ചയ, യേശു ദൈവമല്ലെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ ആരാ? യേശു ദൈവമാണെന്നാ. തോമച്ചയ, ഈ യേശു ദൈവമാണെന്ന് പറയുന്ന ആളുടെ കൈക്കീഴിൽ സ്നാനമേറ്റത് തൃപ്തിയല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളിവിടെ വന്നത്? ഇപ്പം ഇദ്ദേഹം നിങ്ങൾ സ്നാനപ്പെടുത്തിയ ആൾ ഇപ്പോൾ എന്താ പറയുന്നത്? യേശു ദൈവമാണെന്ന്. ഇനി എന്തോ ചെയ്യണം ഷാജി പാസ്റ്ററെ?
ഈ സ്നാനം തോമാച്ചാൻ്റെ ആഗ്രഹപ്രകാരമായി തീരണമെങ്കിൽ യേശു ദൈവമല്ല എന്ന് ഷാജി പാഷ ഒന്ന് പറഞ്ഞാൽ മതി. അത് സമ്മതിച്ചിട്ട് ഒന്നുകൂടെ സ്നാനം പെടുത്തണം കേട്ടോ. ഒന്നുകൂടെ പെടുത്തണം. മൂന്നാമത് ഒരു സ്നാനം കൂടെ കൊടുക്കണം. അതിന് ഷാജി പാഷ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? യേശു ദൈവമല്ല എന്ന് തോമാച്ചാന് വേണ്ടി ഒന്ന് പറയണം. പറഞ്ഞേച്ച് എന്നാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമാകുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കിക്കുക. തമിഴ്നാട്ടിൽ കിടന്ന് ആ പൊരിഞ്ഞ വെയിലത്ത് കിടന്ന് ഇത്രയും നാൾ കർത്താവിൻ്റെ വേല ചെയ്തിട്ട് അദ്ദേഹം വളരെ സത്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിപ്പിക്കാൻ വന്നപ്പോൾ നിങ്ങളായിട്ട് അത് നശിപ്പിച്ച് കളയരുത്. അതുകൊണ്ട് തോമാച്ചേന് വേണ്ടി ഷാജി പാസ്റ്റർ ഇങ്ങനൊന്ന് പറയേണ്ടി വരും, യേശു ദൈവമല്ല. കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിന് യേശു ദൈവമല്ല എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ് സ്ഥാനം ഏൽക്കേണ്ടത്. അപ്പോൾ അത് ചീറ്റിപ്പോയി. അപ്പോൾ ഒന്നോടെ സ്ഥാനപ്പെടുത്തണം. ഇനി ഷാജി പാഷ അത് ചെയ്യാൻ തയ്യാറാകത്തില്ല. കാരണം അദ്ദേഹം അനേകരെ ഇത് പഠിപ്പിച്ച് പോയി, യൂട്യൂബിലൊക്കെ കിടക്കുക. ഇനി ഒരു തോമാച്ചന് വേണ്ടിയൊന്നും ഇനി മാറ്റി പറയാൻ തയ്യാറല്ല. അവിടെ തോമാച്ചായനോട് ഞാനൊരു കാര്യം പറയാം. തോമാച്ചാൻ ഇനി അടുത്ത് യേശു ദൈവമല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് തപ്പി കണ്ടുപിടിക്കും. യൂട്യൂബിൽ കയറി നോക്കുക. കയറി നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മൂന്നാമതൊരു സ്നാനവും കൂടി അദ്ദേഹത്തിൻ്റെ കീഴിലെടുക്കുമ്പോൾ അങ്ങയുടെ ആഗ്രഹം സഫലമാകും. ശരിയാണോ? ഇല്ലെങ്കിൽ ഷാജി പാസ്റ്റേ സംഭവം പിടിവിട്ടു പോയി. കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് ഓർത്തേണ്ടത് തോമാച്ചായൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നേ. ഇവിടെ വന്നപ്പോൾ സംഭവം ചീറ്റിപ്പോയി. ഇനി ഇതിൻ്റെ പിന്നിൽ ആപ്പക്കടം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഏത് നാമത്തിലാണ് സ്ഥാനപ്പെടുത്തിയത്? പിതാവിൻ്റെയും ഏത് പിതാവ്? സ്വർഗത്തിലെ പിതാവ്. പുത്രൻ്റെയും ഏത് പുത്രൻ? മഹിമ വെടിഞ്ഞ് ഭൂമിയിൽ വന്ന യേശുവാകുന്ന പുത്രൻ. പരിശുദ്ധാത്മാവിൻ്റെയും ഏത് പരിശുദ്ധാത്മാവിൻ്റെയും? ലോകത്തിൽ എത്ര പരിശുദ്ധാത്മാവോ? പിതാവ് ഒത്തിരി ഉണ്ട്, സമ്മതിച്ച്. എൻ്റെ അപ്പനെ ഞാൻ പിതാവെന്ന് വിളിച്ചിട്ടുണ്ട്. പുത്രൻ ഒത്തിരി ഉണ്ട്, എൻ്റെ മോനെ ഞാൻ പുത്രനെന്ന് വിളിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കാൻ വേറെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ട്? എല്ലാ കുടുംബത്തിലും പിതാവുമുണ്ട്, പുത്രനുമുണ്ട്. ഏതെങ്കിലും കുടുംബത്തിൽ പരിശുദ്ധാത്മാവെന്ന് വിളിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ലോകത്തിലുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പരിശുദ്ധാത്മാ തോമച്ചായ ഗൗരവമായി ചിന്തിക്കണം. ഗൗരവമായി വീണ്ടും സ്നാനം കൊടുത്ത ഷാജി പാസ്റ്ററെ ഗൗരവമായിട്ട് ചിന്തിക്കണം. ഇവിടെ ഇനി ഏതാ പരിശുദ്ധാത്മാവുള്ളത്? പിതാവ് വേറെയുണ്ട്, പുത്രനുമുണ്ട്. പക്ഷേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനം കാണുക സ്നാനമേറ്റ നിങ്ങൾ, എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ സ്നാനം 1 എന്ന് പറയുന്ന ഉപദേശത്തെ തെറ്റിക്കുവാൻ വേണ്ടി കപട ഉപദേശവുമായി ഇറങ്ങിയപ്പോൾ സ്വർഗത്തിൽ ഇതിന് കണക്ക് പറയേണ്ടി വരുമോ? സ്വർഗത്തിൽ ഇതിന് കണക്ക് പറയേണ്ടി വരുമോ? അദ്ദേഹം വേറെ ഏതെങ്കിലും ഒരു നാമത്തിലാണ് പോയി സ്നാനമേറ്റെങ്കിൽ രണ്ടാമതൊരു സ്നാനം കൊടുത്തതിൽ ഞാനിങ്ങനെ ചെയ്യത്തില്ല. പക്ഷേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റയാളെ രണ്ടാമത് കൊണ്ട് സ്നാനപ്പെടുത്തിയപ്പോൾ എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം വലിച്ച് കീറിക്കളഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. ഇല്ലെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇനി അതിലും വലിയ രസം കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട്, ഒന്ന് കേട്ടോ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ഞാൻ ചോദിക്കട്ടെ ഷാജി പാസ്റ്ററെ, തോമച്ചായ, യേശു ദൈവമാണ് എന്ന് പഠിപ്പിച്ച പാസ്റ്റർമാർ സ്നാനപ്പെടുത്തിയത് അതിനെ നിങ്ങൾ വിലയില്ലാതെയൊക്കെ തള്ളിക്കളഞ്ഞു. കാരണം അത് സ്വീകരിക്കാൻ പറ്റില്ല. അവരുച്ചരിച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ നിങ്ങൾ വിലയില്ലാതെ തള്ളിക്കളഞ്ഞു. കാരണം അവർ യേശുവിനെ ദൈവം എന്ന് പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഈ ജയം ജയം ഹല്ലേലൂയ എന്നുള്ള പാട്ടെഴുതിയത് ആരാ? നിങ്ങളുടെ സഭയിൽപ്പെട്ടവരാ? നിങ്ങളുടെ സഭയുടെ നേതാവാ? നിങ്ങളുടെ ഉപദേശം പ്രചരിപ്പിക്കുന്നവനാ? യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എഴുതിയ പാട്ട്. അവരുപയോഗിച്ച നാമം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അവരെഴുതിയ പാട്ട് നിങ്ങൾക്ക് സ്നാനത്തിൻ്റെ അവസാനം പാടി, സദ്യയുടെ അവസാനം പാനിയും പഴവും ഇട്ട് കുഴയ്ക്കും പോലെ സ്നാനത്തിൻ്റെ അവസാനം അതിട്ട് കുഴച്ചിട്ട് മധുരമായിട്ട് ഭക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. ആരെഴുതിയ പാട്ടാ? ഇതൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴേ സമൂഹം വീക്ഷിക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ടെന്നുള്ള കാര്യം ചിന്തിക്കണം. ഷാജി പാഷയുടെ 2-3 പ്രസംഗങ്ങളിലെ പരസ്പര വിരുദ്ധമായ ആശയമായിട്ട് ഇതേ പുറകെ വരുന്ന അടുത്ത വീഡിയോ. ഡേവിഡ് അടിമാലി ദുരുപദേശനാണെന്ന് എവിടെയെല്ലാം പ്രചരിപ്പിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ഞാനൊരു വേദിയും പ്രതീക്ഷിക്കുന്നില്ല. ആരുടെ ഒരു വേദി, ഒരു ചർച്ചിൽ ഒരു ശുശ്രൂഷ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്നൊരു സത്യം പറയും, കേൾക്കണവും കേട്ടോണം, പഠിക്കുന്ന ഒക്കെ പഠിച്ചോണം. ഇനിയിപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഷാജി പാസ്റ്റർ സംഭവം പിടിവിട്ടുപോയി. നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല അദ്ദേഹം, നിങ്ങൾ കൊടുത്തതുപോലെയല്ല അദ്ദേഹം സ്നാനമേറ്റത്. നിങ്ങൾ കൊടുത്തത് ഞങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ യേശു ദൈവമാണെന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ അങ്ങേക്ക് ഒരബദ്ധം പറ്റി. ദൈവത്തിന് ഇപ്പം കുഞ്ഞു ദൈവം ഉണ്ട് അങ്ങേക്ക്, 1.5 ദൈവം. ഫുൾ ദൈവം യഹോവ, അര ദൈവം യേശു, 1.5 ദൈവം. പരിശുദ്ധാത്മാവിൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ 1.5 ദൈവമായി. എന്തിനിങ്ങനെയൊക്കെ പോകുന്ന നമുക്ക് സത്യവചനം ഉള്ളതുപോലെ കിടക്കുന്നുണ്ടല്ലോ. ഞാൻ വേറിട്ട് ചിന്തയിൽ തന്നെ വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ തൽക്കാലം
ഈ ആശയം ഇവിടെ നിർത്തിയിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കാലാകാലങ്ങളായി പെന്തക്കോസ്ത് സഭയിൽ നിന്നൊരു പാസ്റ്ററായി പ്രവർത്തിച്ചൊരു വ്യക്തി അനേകരോട് ആ ഉപദേശം പറയുകയും അനേകരെ സ്നാനത്തിലേക്ക് നയിക്കുകയും ഒരുപക്ഷേ സ്നാനപ്പെടുത്തുകയോ ഇല്ലെങ്കിൽ സ്നാനത്തിലേക്ക് നയിക്കുകയോ ചെയ്യ ഒരു ദൈവദാസൻ വീണ്ടും പോയി സ്നാനമേൽക്കേണ്ടി വന്നതിൻ്റെ പിന്നിലെ ധാർമ്മിക ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ഞാൻ പെന്തക്കോസ്തിലെ പ്രമുഖ നേതൃത്വത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം. അതിനു മുമ്പ് തോമാച്ചായോട് ചോദിക്കട്ടെ. തോമാച്ചായന് ആവശ്യത്തിനുള്ള പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ, ഇപ്പോൾ കയറി കൂടിയാൽ നല്ലൊരു പദവി കിട്ടുമോ, ഇതിലേതാണ് താങ്കളെ പ്രലോഭിപ്പിച്ചത്? ഇതിലേക്ക് എന്നോട് മറുപടി ഒന്നും പറയേണ്ട, മനസ്സിൽ കണ്ടാൽ മതി, ജനങ്ങളൊന്നും അറിയാൻ വേണ്ടിയാണ്. ഇതിലേതെങ്കിലും ഒന്നാണോ? ഏത്? ഒന്നുകിൽ നല്ല സാമ്പത്തിക നേട്ടമുണ്ടാകും, ഇല്ലായെങ്കിൽ നല്ല പദവി കിട്ടും. തുടങ്ങിയ പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ കയറി കൂടിയ സീനിയോറിറ്റി വെച്ച് നല്ല സെൻട്രൽ പാസ്റ്റൊക്കെ ആകാൻ പറ്റുമായിരിക്കും. ഇതിലേതാണ് നിങ്ങളെ പ്രലോഭിപ്പിച്ചത്? സ്നാനത്തിൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചില്ല, അത് ചീറ്റിപ്പോയി. കാരണം യേശു ദൈവമല്ല എന്ന് പറയുന്ന ഒരാളെയായിരുന്നു നിങ്ങൾക്ക് വേണ്ടത്. പക്ഷേ ഷാജി പാസ്റ്റർ അങ്ങനെയല്ല, യേശു ഒരു കുട്ടി ദൈവമാണെന്ന് പറയുന്ന കൂട്ടത്തിലാണ്. എന്നിട്ട് ആ നിപ്പിൽ ഒന്ന് പെട്ടെന്ന് മറിയാണ്. ആദ്യം പറഞ്ഞ് യേശു ദൈവമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വേണം എനിക്ക് സ്നാനം ഏൽക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പറയാം യേശു ദൈവമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതും കൂടെ ഒന്ന് കേട്ടു നോക്കുക. വ്യാജം പറയുന്നതാണോ എന്നറിയാൻ വേണ്ടി തെളിവിന് വേണ്ടി ഇട്ട് തരുന്ന കേട്ടു നോക്കുക. ചിന്ത അത് തന്നെയാണോ അങ്ങയുടെ ചിന്ത? തീർച്ചയായിട്ടും യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. അപ്പോൾ യേശു ദൈവം എന്ന് പറഞ്ഞുള്ള സ്നാനമല്ല, യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്നതായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നത്. ഈ വീഡിയോയ്ക്ക് അല്പം ദൈർഘ്യം കൂടും. കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ക്ഷമയോട് കേട്ട് കേട്ടാൽ മതി. കാരണം അങ്ങനെയൊക്കെയുള്ളൊരു ചിലരുണ്ട്, വളരെ കുറച്ച് ആളുകളുണ്ട് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതിൻ്റെ പിന്നിൽ ആപ്പക്കട്ടവും അതിൻ്റെ ഗൗരവവും ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ ഒന്നാമത് ചോദിക്കാൻ പോകുന്ന ഈ സഭയുടെ നേതൃത്വത്തോട് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. എത്രയോ പാവപ്പെട്ട ദൈവദാസന്മാർ നിങ്ങൾ നേതൃത്വം വഹിക്കുന്ന സഭയിൽ അവർ തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി ഉരുത്തിരിഞ്ഞ് ഉപവസിച്ചും പ്രാർത്ഥിച്ചും രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരൊഴുക്കി ദൈവത്തോട് കൃപയ്ക്കും വചനത്തിൻ്റെ ആഴങ്ങളും ശുശ്രൂഷകളൊക്കെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ എത്ര പേര് നിങ്ങളുടെ പിന്നിലുണ്ടെന്ന് നേതൃത്വങ്ങളെ നിങ്ങൾക്കറിയാമോ? നിങ്ങളെപ്പോലെ വാഹനത്തിൽ കയറി സുഖിച്ച് AC ഹോട്ടലിൽ കയറി AC ലോഡ്ജിൽ കയറി അങ്ങനെയൊക്കെ താമസിച്ച ശുശ്രൂഷ എന്ന് പറഞ്ഞ് നടക്കുന്നവരെല്ലാവരും അവർ പാവങ്ങൾ, അവർ പ്രാപിച്ച കൃപകൾ, ശുശ്രൂഷകൾ, ഇതൊന്ന് ചെയ്യാനുള്ള അവസരം അവർക്ക് കിട്ടാറുണ്ടോ? അവർക്ക് കൊടുക്കാറുണ്ടോ? ഈ ശൗലുണ്ടല്ലോ, ശൗല് നമ്മുടെയൊക്കെ ഭാഷയിൽ അഭിഷേകം കൊണ്ടേ കളഞ്ഞവൻ. നമ്മൾ അവനെ വളരെ നെഗറ്റീവായിട്ടാണ് പറയാറുള്ളൂ. പക്ഷേ വലിയൊരു പോസിറ്റീവ് ഉണ്ട്. നിങ്ങളതിനെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. സെൻട്രൽ പാസ്റ്റർ മുതൽ മുകളിലേക്ക് നേതൃത്വം കൊടുക്കുന്നവരോടാണ് ഞാനീ പറയുന്നത്. എന്താണെന്നറിയാമോ? ഇശായിയുടെ 3 മക്കൾ മൂത്തവർ വർഷങ്ങളായിട്ട് യുദ്ധം ശീലിച്ചവരാ. അവർ യുദ്ധവേഷമണിഞ്ഞ് യുദ്ധ ആയുധം കരങ്ങളിലെടുത്ത് യുദ്ധം ചെയ്യുവാൻ ശീലിച്ചവരാ. അവർ തോറ്റ് പരാജയം സമ്മതിച്ച് നിൽക്കുമ്പോൾ കുഞ്ഞനുജൻ കയറി വരുന്നു. മൂത്തവൻ പെട്ടെന്ന് പറഞ്ഞു, എടാ നിൻ്റെ ആടെന്തിയേ, എവിടെ കിടക്കുന്നേ? ആടിനോടുള്ള സ്നേഹമേ, സിംഹവും കരടിയുള്ള കാട്ടിക്കൂടെ കൊച്ചൻ ഒറ്റയ്ക്ക് നടന്നിട്ട് ഒരു പ്രാവശ്യം പോലും അവൻ ജീവനോട് ഉണ്ടോ എന്ന് അന്വേഷിക്കാത്ത ചേട്ടൻ ഇപ്പം ചോദിക്കുക നിൻ്റെ ആടെന്തിയെന്ന്. അതിൻ്റെ മനഃശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലായോ? ഇവൻ കിട്ടുന്ന സമയമെല്ലാം പാട്ടും പാടി ആരാധിച്ചിരുന്നപ്പോൾ ഇവനെ കളിയാക്കിയവന്മാരാണേ. നീ ഇങ്ങനെ പാട്ടും പാടി ഇരുന്നോ, നീ ആരാധിച്ചിരുന്നോ, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് കളിയാക്കുവനാ. ഇനി ഇവൻ ഈ യുദ്ധക്കളത്തിൽ അഥവാ ഒന്ന് ജയിച്ചു പോയാൽ ഈ ചേട്ടന്മാരുടെ ഗ്ലാമർ പൊളിയും. മൗനമായിട്ട് ദാവീദ് ചോദിക്കും, വാക്കുകളോട് ചോദിക്കും, ഒറ്റ നോട്ടത്തിൽ തന്നെ, പൊന്നാശാന്മാരെ ഞാനേ ദൈവത്തെ പാടി ആരാധിച്ചെന്നിപ്പോൾ എന്നെ കളിയാക്കിയില്ലേ? ഇല്ലേ? നിങ്ങൾ വലിയ അഭിമാനത്തോടെ കൂട്ടിട്ട് പരിചയം വാളൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾ നടന്നു മാറ്റിയല്ലേ? ഇപ്പം എന്തിയേ? അപ്പോൾ ഇത് അവർക്ക് നാണക്കേട് വരുമെന്ന് അവർക്ക് ഉറപ്പായി. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞത് നിൻ്റെ ആടെന്തിയെ വിട്ടു പോരാ. എൻ്റെ അടുത്ത വാക്ക് പറയാം, അല്ലെങ്കിൽ നീ ഒരു അഹങ്കാരി എന്ന് എനിക്കറിയാം. സ്വന്തം ചേട്ടൻ്റെ വായിൽ നിന്ന് ഈ 2 കമൻ്റ് വീണപ്പോൾ വീണ്ടും അത് കേട്ട ശൗല് ദാവീദിനൊരു അവസരം കൊടുക്കാൻ തോന്നിയത്, ഇനി അവൻ എത്ര അഭിഷേകം കളഞ്ഞവനുമാകട്ടെ, എത്ര കാഴ്ചപ്പാടില്ലാത്തവനുമാകട്ടെ, എത്ര മൃഗവുമാകട്ടെ,
അഭിഷേകമുള്ള ഒരുവൻ മുമ്പിൽ വന്നപ്പോൾ അവനൊരു അവസരം കൊടുക്കുവാൻ യുദ്ധക്കളത്തിലേക്ക് ഇറക്കി വിട്ട ശൗലിൻ്റെ മുന്നിൽ ആരാധിക്കുമല്ല കേട്ടോ, ആരാധിക്കുമല്ല. അങ്ങയുടെ ആ ശ്രേഷ്ഠ മനസ്സിന് ഒരു സല്യൂട്ട്. ഇന്നത്തെ അഭിഷക്തന്മാരാന്ന് പറയുന്നവർ പലരും നേതൃത്വം വഹിക്കുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ സഭയിൽ എത്രയോ പാവപ്പെട്ട ദൈവദാസന്മാർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കണ്ണുനീരൊഴുക്കും ദൈവകൃപ പ്രാപിച്ചവരുണ്ട്. ഒരവസരം നിങ്ങൾ കൊടുക്കുമ്പോൾ മാസയോഗം വയ്ക്കും, 10-15 പാസ്റ്റർമാർ വരും. കേട്ടോണോ, അടുത്ത കാലത്ത് നടന്ന സംഭവമാണ്. സെൻട്രൽ പാസ്റ്റർമാർ എപ്പോഴേ കയറുക, 2-3 പാട്ടൊക്കെ കഴിയുമ്പോഴേ കയറി വരുള്ളൂ ആ മാസയോഗത്തിന്. എന്നിട്ട് പറയണ എന്ത് ചെയ്യണം, നിങ്ങൾ പാടിക്കൊണ്ടിരുന്നാലും ശരി, പ്രസംഗിച്ചുകൊണ്ടിരുന്നാലും ശരി, സെൻട്രൽ പാസ്റ്റർ വരുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കണം, എന്നിട്ട് കൈയെടുത്തിട്ട് സ്വാഗതം ചെയ്ത് ഇരുത്തണം. എന്നാലേ ഈ കയറി വന്നിരിക്കുന്ന ആൾ ആരാണെന്ന് ജനം അറിയുള്ളൂ. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്തിനാ നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ പാട്ട് നിർത്തുകയും എഴുന്നേറ്റ് കയ്യൊക്കെ എടുക്കുകയും ചെയ്യുമ്പോൾ ഈ ചെയ്തവർക്കൊരു ശിക്ഷ ദൈവം കൊടുക്കും. അപ്പോൾ ഈ ചെയ്തവർക്ക് ശിക്ഷ വരാതെ നല്ലൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ സെൻട്രൽ പാസ്റ്റർ കയറി വരുമ്പോൾ കോമാളി വേഷത്തിൽ കയറി വരണം. എൻ്റെ കീറി പറഞ്ഞ ഷർട്ടുമൊക്കെ ഇട്ട് തലയിൽ 2 ഈ കോഴിത്തോല എന്തൊക്കെ വെച്ച് കെട്ടി കയറി വരണം. അന്നേരം ഈ അറിയില്ലാത്തൊരു ചോദിക്കും, അത് ആരാ പുള്ളി? അതേ ഞങ്ങളുടെ സെൻറ്ററാണ്, ഞങ്ങളുടെ ഡി പി ആ. അപ്പോൾ അറിയൂല ജനം. ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ വിമർശനമല്ല, ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ്. ദൈവത്തെ പാടി ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ DP വരുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് പാട്ട് നിർത്തിയിട്ട് കൈകൊട്ടി സ്വാഗതം ചെയ്തിട്ട് ഇരുത്തണമെന്ന്. ആയിക്കോട്ടെ, ആരാധന ആഗ്രഹിക്കുന്നവർ ആരാണെന്ന് നമുക്കറിയാമല്ലോ. യഹെസ്കേൽ പ്രവചനം 28 അധ്യായവും യെശയ്യാ പ്രവചനം 14 അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ആരാധന അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആരാന്ന്. ഏതായാലും പോട്ടെ. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം, ഈ മാസയോഗത്തിന് എത്ര സെൻട്രൽ പാസ്റ്റർമാർ, പാവപ്പെട്ട പാസ്റ്റർമാർക്കൊരു ശുശ്രൂഷകളുടെ അവസരം കൊടുക്കാറുണ്ടോ? നിങ്ങൾ ശൗലിനെ കണ്ടുപിടിക്കുക. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട യഹോവ തള്ളിക്കളഞ്ഞാലും തന്നെ അഭിഷേകമുള്ളവൻ കയറി വന്നപ്പോൾ ഒരു വേദി കൊടുത്തില്ലേ? ഇന്ന് വേദി കൊടുക്കണമെങ്കിൽ അവന് കാറുണ്ടായിരിക്കണം, നല്ല സെറ്റപ്പായിരിക്കുന്ന വീടുണ്ടായിരിക്കണം, വെളുത്ത നിറമായിരിക്കണം. ആരും പിണങ്ങരുത്, പ്ലീസ് പിണങ്ങരുത്. വെളുത്ത നിറമായിരിക്കും. ഈ നിറത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്നറിയോ, മുഖം കറുത്തിരുന്നാൽ ആർക്കും വേണ്ട. മുഖത്തിന് വെളുപ്പ് വേണം. ഇപ്പം പെണ്ണ് കാണാൻ ചെല്ലുവാണെങ്കിലും തൊലി കറുത്തിരുന്ന പ്രശ്നമാണ്, തൊലിക്ക് വെളുപ്പ് വേണം. എന്നാൽ ശരി, വെളുപ്പ് മുടിയും കൂടെ ഒന്ന് വെളുത്തിരുന്നാലോ, അത് വേണ്ട. മുടിക്ക് കറുപ്പ് വേണം, മുടി വെളുത്തിരുന്നാൽ എനിക്ക് വേണ്ട. അപ്പോൾ കറുപ്പിനോടുള്ള സ്നേഹം, തൊലി കറുത്താൽ എനിക്ക് വേണ്ട, പക്ഷെ മുടി വെളുത്താലും എനിക്ക് വേണ്ട. മുടി കറുത്തതായിരിക്കണം, തൊലി വെളുത്തതായിരിക്കണം. എന്തുമാകട്ടെ, എത്രയോ പാസ്റ്റർമാർ ദൈവകൃപ പ്രാപിച്ച്, വചനത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ച്, ദൈവത്താൽ പിടിക്കപ്പെട്ടു പോയല്ലോ, പിന്മാറാൻ പറ്റില്ലല്ലോ, ദൈവസ്നേഹം അറിഞ്ഞു പോയല്ലോ, ഇല്ലായ്മയുടെ നടുവിൽ പാസ്റ്ററും കുഞ്ഞുങ്ങളും ഭാര്യയും ഇരുന്ന് മുഴങ്കാലം അടയ്ക്കപ്പോൾ രാത്രിക്ക് രാത്രി അത്ഭുതം പ്രവർത്തിച്ച് ഭക്ഷണം ഒരുക്കി കൊടുത്ത ദൈവത്തെ വിട്ട് എങ്ങനെ പോകും? കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടി വ്യാകുലപ്പെട്ടപ്പോൾ അറിയപ്പെടാതെ ആരോ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരുവാൻ തക്കവണ്ണം ഉൾപ്രേരണ കൊടുത്ത് ദൈവത്തെ വിട്ടെങ്ങനെ പോകുമെന്ന് ഓർത്ത് ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ, ആ സമർപ്പണത്തിൽ ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാരുണ്ടേ. അവർക്കൊക്കെ ഒരു അവസരം കൊടുത്തില്ലെങ്കിൽ ചിലരൊക്കെ വിട്ടു പോകും പാസ്റ്ററെ. DP CP അവരൊക്കെ പോകും. അവരൊക്കെ വിടാതിരിക്കണമെങ്കിൽ അവർ പ്രാപിച്ചതാണേ, അവർക്കൊരു അവസരം കൊടുക്കുന്നേ. അവർക്കും അറിയാം കൺവെൻഷൻ പ്രസംഗിക്കാനൊക്കെ. നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല അറിയാം, ഇവിടെ കുത്തകയായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ചില ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ ചുമട്ടുതൊഴിലാളികൾ ആരൊക്കെ ചുമടിറക്കിയാലും അവർക്ക് കാശ് വേണം. കാരണം അവരതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ, അവരതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട അധികാരം അവർക്കാണ്. ആ ടൗണിൽ ചുമടിറക്കണമെങ്കിൽ അവരല്ലാതെ വേറെ ആർക്കും ഇറക്കാൻ പറ്റത്തില്ല. കൺവെൻഷൻ ഉണ്ടോ? ഞങ്ങളല്ലാതെ വേറെ ആർക്കും പ്രസംഗിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ചെയ്തോ, ഞാനൊന്നും വിമർശിക്കുന്നില്ല. എൻ്റെ വിമർശനം ഇച്ചിരി കൂടി പോകുന്നുണ്ട്. ഹൃദയത്തിൻ്റെ വേദന കൊണ്ട് പറയുന്ന എത്ര ദൈവദാസന്മാരെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, നമുക്ക് വിട്ടിട്ട് പോകേണ്ട സമയം കഴിഞ്ഞ പാസ്റ്റേ, പക്ഷേ ദൈവത്തോടുള്ള സമർപ്പണം കൊണ്ട് നിൽക്കുന്ന ഒരവസരം അവർക്ക് കൊടുത്താൽ എന്തോ കുഴപ്പം. ഇത് മാസ്യത്തിൽ കയറുന്ന പറയുന്നെന്തുവാ കേട്ടോണോ? ഒരു സ്ഥലത്ത് കിടക്കുന്ന അദ്ദേഹം എന്ന് മാസ്യത്തിൽ വന്നാലും പുള്ളിയുടെ വരുമാന കണക്കാണ് പറയാറുള്ളൂ. ഓസ്ട്രേലിയ കിടക്കുന്ന മകൻ ഇത്ര ശമ്പളം, അമേരിക്കയിൽ കിടക്കുന്ന മകൻ ഇത്ര ശമ്പളം, എനിക്ക് ഇവിടെ വീടുണ്ട്, അവിടെ വീടുണ്ട്, അവിടെ വീടുണ്ട്, ഇവിടെ വീടുണ്ട്. നിൻ്റെ സഭയിൽ വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്ത പാവപ്പെട്ട ദൈവദാസന്മാരുണ്ടല്ലോ, വിശ്വാസികളുണ്ടല്ലോ,
നമുക്കറിയാലോ, വാടക കൊടുക്കാൻ നിർവാഹമില്ലാതെ ഒരു പാസ്റ്റർ ആത്മഹത്യ ചെയ്ത് നടന്ന കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാനീ പറയുന്നത്. നിങ്ങളുടെയൊക്കെ എത്ര വീട് അടച്ചു പൊട്ടിയിട്ടിരിക്കുന്നു. ഒരു ദൈവദാസന് കൊടുക്കുകയാണെങ്കിൽ അവരതിൻ്റെ തീ പുകച്ചും അടിച്ചും തൂത്തും വാരി ക്ലീനാക്കി ഇടത്തില്ലേ? അപ്പോൾ അതുപോലും ചെയ്യാൻ മനസ്സില്ലാതെ വരുമ്പോൾ അവരൊക്കെ പ്രസ്ഥാനം വിട്ടു പോകുന്നേ. അങ്ങനെ പോകുന്നവരുമുണ്ട്. പ്ലീസ്, ആ ദൈവദാസന്മാർക്ക് ഒരവസരം കൊടുക്കുക. അവരുടെ ശുശ്രൂഷകൾ വളർന്നു വരട്ടെ. വേണ്ട, ദൈവം കൊടുത്ത ദൂത് അവരൊന്ന് പ്രകാശിപ്പിക്കട്ടെ. നിങ്ങളുടെ വരുമാനത്തിൻ്റെ കണക്ക് കേൾക്കാനല്ല ജനം വന്നിരിക്കുന്നത്, അവർക്ക് ദൈവവചനം കേൾക്കാനാ. ആ ദൈവവചനം, അവർക്കുള്ള ദൈവവചനം പ്രാപിച്ചിട്ട് നിങ്ങളുടെ പുറകിലിരിക്കുന്ന പാവപ്പെട്ട ദൈവദാസന്മാരുണ്ടെന്നേ. എത്രയോ ദൈവദാസന്മാർ വേദനയോടുകൂടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? ഞാനൊരു എനിക്ക് ആ വ്യക്തികളെ വിമർശിക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, സംഘടനയെ ഞാൻ വിമർശിക്കാറില്ല. പക്ഷേ ദുരുപദേശത്തെ ഞാൻ വിമർശിക്കും. ആ കൂട്ടത്തിൽ അതിൻ്റെ റീസണാണ് പറഞ്ഞു വരുന്നത്. പെന്തക്കോസ്ത് സഭയിൽ സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി വീണ്ടും പോയി സ്നാനപ്പെടാനുള്ള കാരണത്തെ വെളിപ്പെടുത്തുന്നതല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങളെ കുറ്റപ്പെടുത്താനാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാവോ ഞാൻ പറഞ്ഞാൽ ചെയ്യത്തില്ല. ഒരു പാസ്റ്റർമാരെയും കുറ്റം പറയാൻ ഞാനില്ല, ഒരു പ്രസ്ഥാനത്തെയും കുറ്റം പറയാൻ ഞാനില്ല. പക്ഷേ ദുരുപദേശം പറഞ്ഞാൽ ഞാൻ ചാടി വീഴും, അത് വേറൊരു കാര്യം. കാരണം ദൈവം അതിനായി സത്യോപദേശം പറയാനായിട്ട് എന്നെ വിട്ടിരിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഒരു നല്ല കേരള സർക്കാരിൻ്റെ ഒരു വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറയുക, നിങ്ങൾ എന്തെല്ലാം കാണിച്ചാലും പുന്നക്കൻ സാറിന് അത് മോശമായി പോകട്ടോ, പുന്നക്കൻ സാറിന് അത് മോശമായി. എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, എന്താ മോശം? അദ്ദേഹം ഒരൊറ്റ ആൾ കാരണമല്ലേ ഇന്നും മുസ്ലിങ്ങൾ. എന്നിട്ട് അത് അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ചായിരിക്കും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ മതത്തെ ഇല്ലാതെയാക്കാനല്ല, മറ്റുള്ളവരുടെ മതം ഉപദേശം തെറ്റാന്ന് പറയാനല്ല. നീ പഠിച്ചിരിക്കുന്നതും പ്രചരിപ്പിക്കുന്ന ഉപദേശം സത്യമാണെങ്കിൽ അതുകൊണ്ട് പറഞ്ഞാൽ മതിയെന്നേ. ഒത്തിരി സത്യമൊന്നും ഉണ്ടാകത്തില്ല, ഒരു സത്യം ഉണ്ടാവില്ല. അത് നീ പറയുന്നതാണ് സത്യമെങ്കിൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം മിഥ്യയായിട്ട് മാറിക്കോളും. നമ്മളതിനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയല്ലേ? അതങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മറ്റുള്ളവരുടെ മതവിശ്വാസത്തെ ഇല്ലാതാക്കാനുള്ള മതഗ്രന്ഥത്തെ ഇല്ലാതാക്കാനൊന്നുമല്ല. അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിൻ്റെ ഉപദേശം സത്യമാണെന്ന് തെളിയിക്കുക, പ്രസംഗിക്കുക, സമർത്ഥിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ എപ്പോഴും ഞാൻ വ്യക്തിയെ അല്ല ഖണ്ഡിക്കുന്നത്. എനിക്ക് വളരെ ആദരവുള്ളൊരു മനുഷ്യനാണ് പുന്നക്കൽ സാറ്. ഞാൻ എപ്പോഴും ബഹുമാനപ്പെട്ട പുന്നക്കൽ സാർ എന്ന് പറയുന്നത് അതെൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്ന പദപ്രയോഗമാണ്. എൻ്റെ അത്രയും പ്രായമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നു ബഹുമാനപ്പെട്ട എന്നേക്കാൾ ശ്രേഷ്ഠനായ സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വചന പഠിപ്പിക്കൽ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനിങ്ങനെ ചോദിച്ചു, സാർ എന്നേക്കാൾ ആരോഗ്യമുള്ള മനുഷ്യൻ. കാരണം പോലീസിൽ ജോലിയുള്ള ആളെന്ന് പറയുമ്പോൾ നല്ല ബോഡി കൊണ്ടായിരിക്കുമല്ലോ, ആരോഗ്യം കാണുമല്ലോ. ഇന്ന് രാവിലെ നടന്ന കാര്യം പറയുന്നത്, സാർ എന്നേക്കാൾ ആരോഗ്യമുള്ളൊരു മനുഷ്യനാണ്. നമ്മൾ ഇപ്പോൾ പിടുത്തം കൂടിയാൽ സാറേ ജയിക്കുള്ളൂ. പക്ഷേ സാറ് കാലൊന്ന് ഒടിഞ്ഞ് പ്ലാസ്റ്റൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് ഞാൻ വന്ന് പിടുത്തം കൂടിയാൽ ഞാനാ ജയിക്കുകയുള്ളൂ. അതെൻ്റെ മിടുക്കല്ല സാറേ, സാറിൻ്റെ ബോഡിയുടെ വീക്ക്നെസ്സാണ്. എൻ്റെ മിടുക്കാണെങ്കിൽ ആരോഗ്യമുള്ള ഒരുവരെ ഞാൻ പിടിച്ച് ജയിക്കണം. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏത് മതഗ്രന്ഥത്തെ ഇല്ലാതെയാക്കിയോ കണ്ണടപ്പിച്ചോ വായടപ്പിച്ചോ അതൊക്കെ പോട്ടെ, ഞാൻ വേറിട്ട് ചിന്തയിലൊരു 5 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പല ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് വചനത്തോട്ട് മറുപടി തരട്ടെ. പ്ലാസ്റ്റിക് കിടക്കുന്നവനുമായിട്ട് പിടിച്ച് ജയിക്കുകയല്ല ചെയ്യണ്ടേ, ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നവനെ പിടിച്ച് ജയിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പോയിൻ്റ് ഇതാണ്. ഇനി ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. രണ്ടാമത്, സഭയിൽ നിന്നുള്ള അവഗണന. അത് ഞാനത് പറഞ്ഞത് ഉൾപ്പെട്ടു പോയാൽ വിദ്യാഭ്യാസമില്ല, നിറമില്ല, വാഹനമില്ല, സൗകര്യമില്ല, അങ്ങനെയുള്ളവരെ ഒഴിവാക്കി നിർത്തുന്ന ഒരു മേഖല ഒത്തിരി പേരെ പെന്തക്കോസ്ത് സഭ വിട്ടുപോകാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് നിൽക്കുന്നവരുണ്ട്. ആദ്യം പറഞ്ഞത് വേദി കിട്ടാതെ, ശുശ്രൂഷയ്ക്കുള്ള അവസരം കിട്ടാതെ. അത് ദുർമോഹമല്ല, ദൈവം കൊടുത്ത ദർശനത്തെ, ദൈവം കൊടുത്ത ആ പ്രകാശനത്തെ വിളമ്പി കൊടുക്കുവാൻ വേദിയില്ലാതെ പോകുന്നത്. ഓക്കെ. രണ്ടാമത് ഇവിടെ അവഗണനയാണ്. നിറമില്ല, പണമില്ല, വിദ്യാഭ്യാസമില്ല, സമൂഹത്തിൽ ചുറ്റുപാടില്ല. അതുകൊണ്ട് അവഗണിക്കപ്പെടുന്നവർ ഒരു പക്ഷേങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ വിട്ടുപോയേക്കാമേ. ഇതിനെ പിടിച്ചു നിർത്തുന്ന DPA CPA നിങ്ങളാണ്. ഉപദേശത്തിൻ്റെ മഹിമയല്ലെന്ന് വെളിപ്പെട്ടല്ലോ. ഈ തോമസ് എന്ന് പറഞ്ഞ അച്ചായൻ പോയത് ഉപദേശത്തിൻ്റെ മഹിമയൊന്നുമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചില്ല. യേശു ദൈവമല്ല എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് അത് സ്നാനപ്പെടുത്തുന്നത്. പക്ഷേ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളെ സ്നാനം കൊടുത്തത്. അപ്പോൾ നമ്മൾ കൊടുത്ത സ്നാനവും അതൊക്കെ ഒന്ന് തന്നെ. ഓക്കെ. പിന്നെ പുള്ളിയുടെ ദൈവം, നമ്മുടെ ഫുൾ ദൈവം. അപ്പോൾ ഇവിടെ സഭയിൽ നിന്നുള്ള അവഗണന ഇനി നിങ്ങൾ തുടർന്നു പോയാൽ ഇനിയും നിങ്ങളുടെ സഭയിൽ നിന്ന് ആളുകൾ പോകും. അപ്പോൾ അടുത്തൊരു ചിന്ത അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ പെന്തക്കോസ്ത് സഭയിലെ അധികാരത്തിന് വേണ്ടി പിടിവലി. പഞ്ചായത്ത് ഇലക്ഷന് പോലും ഇല്ലാത്ത പരിപാടിയല്ലേ. ഞാനൊരു ടൗണിൽ 10 വർഷം താമസിച്ചാണ്. കാരണം അവിടെ ഒരു പുഴയുണ്ട്. അവിടെ മണൽ ഭയങ്കര വിലയാണ്. മണൽ മാഫിയ.
ഒരു മെമ്പറിന് ഇത്ര ലോഡ് മണലെന്ന് പറഞ്ഞൊരു കോട്ടയുണ്ട്, അത്രയും അവർക്ക് എടുക്കാം. ആ ഒരൊറ്റ ലൈസൻസും വെച്ചുകൊണ്ട് അവർ 10-100 അവർ പോരും. ഇനി അഥവാ ആർക്കെങ്കിലും കണ്ണടച്ച് കൊടുത്താൽ അതിന് കമ്മീഷനും കിട്ടും എന്നൊക്കെ പറയപ്പെടുന്നു. എനിക്കറിയില്ല, എന്നോട് പറഞ്ഞ കാര്യമാണ്. പറഞ്ഞ ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവിടെ മെമ്പറാകാൻ ഭയങ്കര പിടിവലിയ ലക്ഷങ്ങൾ മുടക്കിയ മെമ്പറാകുന്നത്. കാരണം അവർക്ക് തിരിച്ചു കിട്ടുന്നേ. 1 ലക്ഷം മുടക്കി അവർ മെമ്പറായ 10 ലക്ഷം അവർ കിട്ടും. ഈ ദൈവസഭ ഭരിക്കാൻ ഇതിന് മാത്രം കാശ് വലിച്ചെറിഞ്ഞാൽ എവിടെ നിന്ന് കിട്ടും? കിട്ടണം. അയൽപക്കത്തുള്ള ഒരു പെൺകൊച്ചിന് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഒരു 100 രൂപ ഒരു സ്റ്റാമ്പ് മേടിക്കാൻ 100 രൂപ ചോദിച്ചപ്പോൾ കൊടുക്കാത്ത ആളാണ് ദൈവസഭ ഭരിക്കാൻ വേണ്ടി 10,000 വലിച്ചെറിഞ്ഞ് ബ്രോഷർ ഉണ്ടാക്കുന്നു, നോട്ടീസ് അടിക്കുന്നു, അത്യാവശ്യം വന്നാൽ പൈസ കൊടുക്കുന്നു. എവിടെ തിരിച്ചു പിടിക്കാൻ? ലക്ഷങ്ങൾ മുടക്കി MBBS പഠിച്ചാൽ ഒരു പേഷ്യൻ്റെ മുന്നിൽ വരുമ്പോൾ ഒരു വീതം കിട്ടുമേ. ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്തിലെ ഭരണം പിടിക്കാൻ പോയ ഒരു അഴിമതിക്ക് കൂട്ടി നിന്നാൽ ലക്ഷങ്ങൾ വരുമേ. ഇതുപോലെ 10,000 മുടക്കി ദൈവസഭ ഭരിക്കാൻ കയറിയാൽ എവിടെ നിന്ന് തിരിച്ച് കിട്ടും. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ അധികാരത്തിന് വേണ്ടിയുള്ള പിടിവലി അനേകരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു, മനസ്സുകൊണ്ട് പിന്തിരിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കാഹളം മുഴങ്ങിയാൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പാവം പിടിച്ച ദൈവമക്കളും കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഭാരത്തോടുകൂടി ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവദാസന്മാരും വിട്ടുപോകത്തിൻ്റെ കാരണം മറ്റു പലതുമാണ്. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ അത് പോകാതിരിപ്പാൻ ഈ പരിപാടിക്ക് നിങ്ങളൊരു അന്ത്യം കുറിച്ചാൽ ഈ ഭരണത്തിനുള്ള പ്രാധാന്യവും ദൈവദാസന്മാർക്ക് അമിതമായിട്ടുള്ള വില കൊടുക്കുന്നു. ഇപ്പോൾ പണ്ടല്ലേ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ DP കയറി വരുമ്പോൾ നിർത്തണം. അപ്പോൾ നിങ്ങൾ ആരെയാണ് സ്തുതിച്ചുകൊണ്ടിരുന്നത്? അതൊക്കെ പോട്ടെ, അതൊക്കെ എന്തെങ്കിലും താഴെയുള്ള ആളെയല്ലേ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരുന്നത്? അതൊക്കെ പോട്ടെ എന്നേ. ഞാനാ സീനിയർ. നിങ്ങൾ ഇത്ര നേരം പാടി സ്തുതിച്ചുകൊണ്ടിരുന്ന ദൈവമുണ്ട്, അതൊക്കെ ജൂനിയറാണ്. അപ്പോൾ സീനിയർ വരുമ്പോൾ ജൂനിയറിനുള്ള സ്തുതി നടത്തിയിട്ട് സീനിയറിന് ഇത് കൊടുക്കണേ. ലൂസിഫർ അത്യുന്നതനോട് സമനാകുമെന്ന് ആഗ്രഹിച്ചത്, ഇത് അതിന് മുകൾക്ക് കയറി. അതുക്കും മേലെ എന്ന് പറയുമ്പോൾ അതുക്കും മേലെ കയറി. വിമർശനമല്ലാട്ടോ, ഇത് ആത്മീയ ലോകത്തിലെ ചില വൈറസുകളെ, ചില ക്യാൻസർ അണുക്കളെ എടുത്ത് പിറക്കി കാണിക്കുന്നതാണ്. വിമർശിക്കരുത്. ഇനി എന്നെ വിമർശകനാക്കി ചിത്രീകരിച്ചാലും നോ പ്രശ്നം. ലൂസിഫർ അത്യുന്നതനോട് സമനാകാൻ ആഗ്രഹിച്ചുള്ളൂ. ഇത് അത്യുന്നതന് മോളിൽ കയറണം. കാരണം ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ജൂനിയറാണ്, അതിനർത്ഥിക്കോ ഞാൻ സീനിയറാണ്, എനിക്ക് സ്തുതികരിച്ച് കൈയടിക്കുക. സ്തോത്രം. ഇച്ചിരി ഓവറാവുന്നുണ്ടല്ലേ? സാരമില്ല, ഹൃദയത്തിൻ്റെ വേദന കൊണ്ട് പറഞ്ഞതാണ്. എൻ്റെ വേദന മാത്രമല്ല, എന്നോട് വിളിച്ച് പറഞ്ഞ ദൈവദാസന്മാരുടെ വേദന കൊണ്ട് പറഞ്ഞു. നിങ്ങൾ അവരുടെ വേദന കാണുക, എൻ്റെ ദേഷ്യവും എൻ്റെ അവതരണ ശൈലിയും കാണാതെ ആ ദൈവദാസന്മാരുടെ വേദന എന്ന് കാണുക. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അനാവശ്യ പണപ്പിരിവുകൾ. താലന്ത് പരിശോധനയ്ക്ക് ഒരു സഭയിൽ നിന്ന് ഇത്ര രൂപ കൊടുക്കണം. എന്ത് പരിശോധന? ഈ കണ്ണ് പരിശോധന വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു കണ്ണടയിലും കൊടുക്കാറുണ്ട്. സൗജന്യ ഈ പ്രഷർ പരിശോധിക്കാൻ വന്നാൽ അവരെൻ്റെ പ്രഷർ നോക്കിയിട്ട് അത്യാവശ്യം ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കണമെന്ന് പറയാറുണ്ടായി. താലന്ത് പരിശോധന നല്ല കാര്യമാണ്, കഴിവുള്ളവർ. കാരണം ഞാൻ കുറേ വർഷങ്ങൾ അനേക സ്ഥലങ്ങളിൽ ജഡ്ജസായിട്ട് പോയത്. കേരളത്തിലൊരു സഭയുണ്ട്, ഒരു പ്രാവശ്യമല്ലാതെ രണ്ടാമത് ആ സഭയിൽ ജഡ്ജായിട്ട് കയറുന്നത്. പക്ഷേ ഞാൻ 3 പ്രാവശ്യം കയറി അവിടെ. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ 3 പ്രാവശ്യം അവിടെ കയറി. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ജയിക്കുന്നവന് സന്തോഷമാണ്. പക്ഷേ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് പ്രതീക്ഷയോടുകൂടി പണം വരെ മുടക്കി അപ്പനമ്മമാർ സംഗീതം പഠിച്ച സംഗീതജ്ഞരെ കൊണ്ടുവന്ന് മക്കളെ പഠിപ്പിച്ച് തബല വായിക്കാൻ പഠിപ്പിച്ച് കീബോർഡ് വായിക്കാനൊക്കെ പഠിപ്പിച്ചിട്ട് ഒരു വിജയിച്ച് കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പണവും മുടക്കി രാത്രി കാലങ്ങളിൽ ഉറക്ക വളച്ചിരുന്ന് പഠിപ്പിച്ച അപ്പനമ്മമാർ എൻ്റെ മകൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ, ആ കുഞ്ഞുമാകട്ടെ ഞാൻ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കയറി മത്സരിച്ചപ്പോൾ തോറ്റു പോണ്ടാകുമ്പോൾ അവർ മാറി നിന്ന് കരയുന്നത്, ആലയത്തിനകത്ത് നിന്ന് ഹൃദയവേദന കൊണ്ട് കരയുന്നത്. ഇതിനുള്ള അവസരം ആര് കൊടുത്തു? ഞാനൊരു ജഡ്ജായി വർഷങ്ങളോളം പോയിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നതാണ്. ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു പെൺകുട്ടി മാറി നിന്ന് ഏങ്ങലടിച്ച് കരയുക. അവരുടെ ആ പെൺകുട്ടിയുടെ കണ്ണുനീര് കണ്ടിട്ട് അപ്പനും അമ്മയും കരയുകയാണ്. എന്തിനീ അവസരം കൊടുക്കണം? വേണ്ട, നിങ്ങൾ ഈ താലന്ത് പരിശോധന എല്ലാ വർഷവും നടത്തിയിട്ട് ഇതിനകത്ത് ഫസ്റ്റ് മേടിച്ച ഒരു കുട്ടിയെ നിങ്ങൾക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിഞ്ഞു? സമൂഹത്തിലേക്ക് ആ കുട്ടിക്കുള്ള താലന്തിനെ എങ്ങനെ അവതരിപ്പിക്കാനുള്ള അവസരം നിങ്ങൾ കൊടുത്ത്? എന്തിനു കൊടുത്തു? എങ്ങനെ കൊടുത്തു? ഞാൻ ഇതൊന്നും എതിരല്ല കേട്ടോ. ഞാൻ ദൈവകൃപയാൽ വർഷങ്ങളോളം ഞാൻ മ്യൂസിക് ടീമിൽ ആർട്ടിസ്റ്റായിട്ട് നിന്നൊരു വ്യക്തിയാണ്. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ വളരെ സ്നേഹിക്കുന്നതാണ്. ഞാൻ 1982 ചപ്ലാംകൊട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ അടിക്കുന്നത്,
ഈ യാചകരൊക്കെ വീടിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ അടിച്ചു കൊട്ടുന്നത്. ആ സാധനം കൊട്ടി ജനറൽ കൺവെൻഷൻ സ്തോത്രാഴ്ചയ്ക്ക് പാടിയാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ദൈവകൃപയാൽ വലിയ കലാകാരനൊന്നുമില്ലെങ്കിലും ഇന്ത്യയുടെ അനേക സ്ഥലങ്ങളിലും ഇന്ത്യക്ക് വെളിയിലും കർത്താവ് തന്ന കൃപയെ പ്രകാശിപ്പിക്കാനുള്ള അവസരം കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കലയ്ക്കെതിരല്ല, കലയെ വരെ സ്നേഹിക്കുന്നതാണ്. അതുകൊണ്ട് പറയുകയാണ്, ഈ കരയുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് കാണണം. ഒരു മത്സരത്തിൽ ഒരു കുട്ടി ജയിച്ചു സന്തോഷിച്ചു. 15 പേര് സംബന്ധിച്ച ഒരു മത്സരത്തിൽ ഒരാൾ സന്തോഷിച്ചപ്പോൾ 14 പേര് ഹൃദയം വേദനിച്ചാണ് പാസ്റ്റർമാരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. താലന്ത് പരിശോധന നടക്കട്ടെ, നല്ല കാര്യം, ഞാനിതിലല്ല. പക്ഷേ ഇതിനു വേണ്ടി നടത്തുന്ന പണപ്പിരിവ് പാവപ്പെട്ട ദൈവമക്കളെ തലമണ്ടേ കയറുന്നു. നിർവാഹമില്ലാത്ത ദൈവദാസന്മാരുടെ തലമണ്ടേ കയറുന്നു. ഇതൊക്കെ സഭ വിട്ടു പോകാൻ പറ്റില്ല. കാരണമാണ് ഞാനീ പറയുന്നത്. എന്നാൽ ഇനി ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ സഭകളിൽ ഇത്തരത്തിലുള്ള ഉപദേശകർ വരുമ്പോൾ ചാടി വീഴാൻ കാരണം നമ്മൾ വലിയ പഠനം അവർക്ക് കൊടുക്കുന്നില്ല. ഞാൻ പറയുന്നു, കുറഞ്ഞ പക്ഷം കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള സബ്ജക്റ്റ് എങ്കിലും നിങ്ങളൊന്ന് പഠിപ്പിച്ചു വിടുക. യേശു എന്ന് പറഞ്ഞാൽ ആരാണ്? യേശു എന്താണ്? യേശുവിൻ്റെ ദൗത്യം എന്താണ്? യേശുവിനൊരു ജനനമുണ്ട്. യേശു മരിച്ചു. യേശു തൻ്റെ ശരീരം നുറുക്കിയത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. ഇനി അവൻ ഉയർത്തെഴുന്നേറ്റു ക്രിസ്തുവും കർത്താവുമായി. ഇപ്പോൾ ക്രിസ്തുവായി നിൽക്കുന്നു. ഇനി അവൻ കർത്താവാകുന്ന ഒരു കാലമുണ്ട്. അന്ന് അവനെ കർത്താവ് എന്ന് പറയേണ്ടി വരും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പറയേണ്ടി വരും. അപ്പോൾ കുറഞ്ഞ പക്ഷം അതെങ്കിലും ഒന്ന് പാസ്റ്റർമാരെ പഠിപ്പിച്ചുകൂടെ? പാവങ്ങൾ പലരും കഴിച്ചിട്ട് കറക്കി ചോദിക്കുമ്പോൾ എനിക്കത് കറങ്ങി പോവുക. അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് പഠിക്കുന്ന ആഗ്രഹമുണ്ട്. നിങ്ങളൊന്ന് പഠിപ്പിച്ചു വിടുക, സഭകളൊന്ന് പഠിപ്പിച്ചു വിടുക. നിങ്ങളുടെ ആടൊന്നും വെയിൽ ചാടി പോകത്തില്ല. അതുപോലെ പാസ്റ്റർമാർ വിശ്വാസികൾക്ക് ആരാധന അത് വേണ്ടത്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തു, നല്ലൊരു ആരാധന നടത്തും. ആരാധിക്കാൻ വേണ്ടി ദാഹിച്ചിരിക്കുന്നവരുണ്ടല്ലോ, അവരൊന്നും തൊഴുത്ത് ചാടി പോകില്ല. ഇല്ലെങ്കിൽ ആ തൊഴുത്ത് ഇങ്ങനെ കാര്യമായിക്കൊണ്ടിരിക്കും, തൊഴുത്ത് കാര്യമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു റീസണാണ് ഞാൻ 3-4 കാര്യങ്ങളോട് വെളിപ്പെടുത്തത്. ആരും എന്നോട് കോപിക്കരുത്, ഞാൻ വിമർശിച്ചതല്ല. ഇനി വിമർശനമായിട്ട് തോന്നിയാലും നല്ലൊരു ഫലം ഇത് നിമിത്തം കണ്ടാൽ, ഞാൻ വിമർശകനാണെന്നുള്ള പേരെനിക്ക് വന്നാലും എനിക്ക് ഭാരമില്ല. അതിൻ്റെ റിസൾട്ട് കണ്ടല്ലോ. എനിക്ക് വിമർശനത്തെക്കാൾ എനിക്ക് വിലയിരുത്തുന്നതാണ് എനിക്കിഷ്ടം. വിലയിരുത്തിയിട്ട് നമ്മൾ ആ നല്ല വഴിയിലേക്ക് നയിക്കപ്പെടണം. അപ്പോൾ ഇവിടെ ഷാജി പാസ്റ്ററുടെ ഈ ഉപദേശത്തിൽ കുടുങ്ങപ്പെട്ടു പോയ വ്യക്തികൾക്ക് സത്യത്തിലേക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ അതിനുള്ള അവസരം തുടർന്ന് വേറിട്ട് ചിന്തയിലുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കുന്ന ചില പാളിച്ചകളെ ഓരോന്നായിട്ട് ഓരോ വീഡിയോയിലും കൊണ്ടുവരും. എൻ്റെ ഈ വീഡിയോയ്ക്ക് ചെറുദൈർഘ്യം കൂടിക്കാണും. ദൈവം സഹകരിക്കുക. വീണ്ടും ഹ്രസ്വ വീഡിയോകളിലൂടെയെങ്കിലും പരമാവധി ഞാനത് സമർത്ഥിക്കാൻ ശ്രമിക്കും. വീണ്ടും അടുത്തൊരു ചിന്തയുമായിട്ട് നമുക്ക് കൂടിക്കാണാം. വരുവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.